AC Learning, powered by Elegant Central Education and Research Center. ഹായ് കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 4ാമത്തെ ചാപ്റ്ററായ വെൻ ലൈറ്റ് റിഫ്ലക്ട്സ്, അതായത് പ്രകാശം പ്രതിപതിക്കുമ്പോൾ എന്ന പാഠഭാഗമാണ്. കണ്ണാടി നമ്മൾ കണ്ടിട്ടില്ലേ? നമ്മൾ എന്നും മുഖം നോക്കുന്ന കണ്ണാടിയാണോ കാണാത്തതെന്നാവും ഇപ്പം ഞാൻ ചോദിച്ചതിൻ്റെ ഒരു എന്തർത്ഥത്തിലാണ് ചോദിച്ചത്, കണ്ണാടി കണ്ടിട്ടില്ലേ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അതായത് നല്ല വൃത്തിയുള്ള കണ്ണാടിയാണെങ്കിൽ ആർക്കും കണ്ണാടി കാണാൻ കഴിയില്ല. കണ്ണാടിയിൽ തട്ടി ഉണ്ടാകുന്ന പ്രതിപതനം മാത്രമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക, അല്ലേ? അല്ലെങ്കിൽ കണ്ണാടിയുടെ ഫ്രെയിം മാത്രമാവും. നമ്മൾ നക്ഷത്രത്തെ കാണുന്നപ്പോഴാണ്, നക്ഷത്രത്തിൽ നിന്നുള്ള പ്രകാശം നമ്മുടെ കണ്ണിൽ വീഴുമ്പോഴാണ് നമ്മൾ നക്ഷത്രത്തെ കാണുന്നത്. അപ്പോൾ സ്വയം പ്രകാശിക്കാത്ത വസ്തുക്കളെ നിങ്ങൾ കാണുന്നുണ്ടോ? ഇപ്പോൾ ഇതൊക്കെ പ്രകാശിക്കുന്നതോ അല്ലെങ്കിൽ ഒരു പ്രകാശം തട്ടി അതിലേക്ക് നമ്മുടെ കണ്ണിൽ വീഴുമ്പോഴാണ് നമ്മൾ ആ നക്ഷത്രം അല്ലെങ്കിൽ ആ കണ്ണാടിയിൽ നമ്മൾ പ്രതിപതനം, കണ്ണാടി തട്ടി ഉണ്ടാകുന്ന പ്രതിപതനം മാത്രമാണ് നമ്മൾ കണ്ടിട്ടുണ്ടാവുക, അല്ലേ? അപ്പോൾ ഏതെങ്കിലും ഒരു വസ്തുവിൽ നിന്നുള്ള പ്രകാശം ആ വസ്തുവിൽ തട്ടി പ്രതിപതിച്ച് നമ്മുടെ കണ്ണിൽ വീഴുമ്പോൾ ആണ് നമ്മൾ ആ വസ്തുവിനെ കാണുന്നത്, അല്ലേ? അപ്പോൾ പ്രകാശം പ്രതിപതിച്ചില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വസ്തുവിനെ കാണാനോ അല്ലെങ്കിൽ വേർതിരിച്ചറിയാനോ സാധിക്കുമോ? ഇല്ല, അല്ലേ? അപ്പോൾ പ്രകാശം പ്രതിഫലിപ്പിക്കുമ്പോഴാണ് വർണ്ണാഭമായ ഒരു ലോകം നമ്മുടെ മുന്നിലേക്ക് തെളിയുന്നത്, അല്ലേ? അപ്പോൾ പ്രകാശ പ്രതിപതനത്തിൻ്റെ രസകരമായിട്ടുള്ള സവിശേഷതകളും മറ്റു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ പാഠഭാഗത്തിലൂടെ, പ്രകാശം പ്രതിപതിക്കുമ്പോൾ എന്ന പാഠഭാഗത്തിലൂടെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്നായി ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മുടെ ചുറ്റും കുറേ വസ്തുക്കളുണ്ട്. അതിൽ പ്രകാശം കടത്തിവിടുന്ന വസ്തുക്കളുണ്ട്, പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളുണ്ട്, പിന്നെ ഭാഗികമായ പ്രകാശം കടത്തിവിടുന്നവയും ഉണ്ട്, ഇല്ലേ? അപ്പോൾ ഈ ജനൽ ചില്ലുകൾ, വാഹനങ്ങളുടെ ഗ്ലാസ് ടംബ്ലറുകൾ, കണ്ണടകൾ എന്നിവയൊക്കെ പ്രകാശം നന്നായി കടത്തിവിടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ജനൽ കർട്ടൻ, മരത്തിൻ്റെ ജനൽപ്പാളി, വാതിൽ, കാർഡ്ബോർഡ്, ലോഹത്തകിട്, ചുമര് എന്നിവയൊക്കെ പ്രകാശം കടത്തിവിടുന്നവയാണോ? അല്ല, ഇതൊക്കെ പ്രകാശം കടത്തിവിടാത്തവയാണ്, അല്ലേ? അപ്പം മുറികളിലേക്ക് പ്രകാശം വേണ്ടാത്ത സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ ഇരുട്ടാക്കാൻ വേണ്ടിയിട്ട് ഇവയൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്, ഇല്ലേ? അല്പം മാത്രം പ്രകാശം വേണ്ട ചില സന്ദർഭങ്ങളിൽ ഭാഗികമായി മാത്രം പ്രകാശം കടത്തിവിടുന്ന വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ബട്ടർ പേപ്പർ, പ്രതലം പരിപരിക്കാനെടുക്കുന്ന ഗ്ലാസ്, അതുപോലെ തന്നെ പ്രത്യേകതരം പ്ലാസ്റ്റിക് ഷീറ്റുകൾ. ഇതൊക്കെ എന്താണ്? ഭാഗികമായിട്ട് പ്രകാശം കടത്തിവിടാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ചുറ്റും എന്തുണ്ട്? പ്രകാശം കടത്തിവിടുന്നവയുണ്ട്, പ്രകാശം കടത്തിവിടാത്തവയുണ്ട്, ഭാഗികമായ പ്രകാശം കടത്തിവിടുന്നവയുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? Among the substances around us, some substances allow light to pass through them, some don't allow, and some others allow light to pass through them partially. Window glass, windshield of vehicles, glass tumblers, spectacle glasses, etc. allow light to pass them almost completely. Wooden doors, wooden window panes, window curtains, cardboard, walls of rooms, metal sheet, etc. don't allow light to pass through them. They are used to prevent the entry of light where light is not required. If we need a small amount of light, we can use some objects which partially allow light to pass through. Substances like butter paper, glass with rough surfaces, specially made plastic sheet, etc. serve this purpose. അപ്പോൾ ഇതിൽ പറയുന്നത് ഇത്രയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ചില സബ്സ്റ്റൻസുകൾ ലൈറ്റ് കംപ്ലീറ്റ്ലി പാസ് ചെയ്യാൻ അലൗ ചെയ്യുന്നുണ്ട്, എന്നാൽ ചിലത് ഡോണ്ട് അലൗ ആണ്, എന്നാൽ ചിലത് പാർഷ്യലി ആണ്. അലൗ ലൈറ്റ് ടു പാസ് ത്രൂ ദ പാർഷ്യലി ആണ്. അതിനുള്ള എക്സാമ്പിളുകൾ നമ്മൾ കണ്ടു. നെക്സ്റ്റ് നമുക്കൊരു എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, point a lighted torch at different objects such as a scratched glass sheet, glass filled with pure water, wooden block, a piece of cloth, white paper, black chart paper, butter paper, window glass, a coin, a mirror,
a piece of reading glass, marble, polythene cover and a colorless plastic bottle. What do you observe? Record your observations in your science diary. അതായത് ഇതിൽ ഇത്രേ പറയണുള്ളൂ. അതായത് ഉരച്ച ഗ്ലാസ് ഷീറ്റ്, ചില്ലു ഗ്ലാസ്സിലെടുത്ത ജലം, മരക്കട്ട, തുണി, വെള്ള പേപ്പർ, കറുത്ത ചാർട്ട് പേപ്പർ, പിന്നെ ബട്ടർ പേപ്പർ, ജനൽ ചില്ല്, നാണയം, കണ്ണാടി ചില്ല്, മാർബിള്, പോളിത്തീൻ കവറ്, നിറമില്ലാത്ത പ്ലാസ്റ്റിക് ബോട്ടിൽ എന്നീ വസ്തുക്കളൊക്കെ എടുത്തിട്ട് അവയിലേക്ക് ഒരു ടോർച്ച് പ്രകാശിപ്പിച്ച് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളൊക്കെ ഇതിൽ എന്താ കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്, അതായത് ഇതിൽ കൂടെയൊക്കെ പ്രകാശം കടത്തിവിടുന്നവ ഏതൊക്കെയാണ്, കടത്തിവിടാത്ത വസ്തുക്കൾ ഏതൊക്കെയാണ്, ഭാഗികമായിട്ട് അല്ലെങ്കിൽ പാർഷ്യലി കടത്തിവിടുന്ന വസ്തുക്കൾ ഏതൊക്കെയാണെന്നൊക്കെയാണ് കണ്ടുപിടിക്കാനുള്ള ഒരു എക്സ്പെരിമെൻ്റാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഇതിലൂടെ ഈ വസ്തുക്കളിലൂടെയൊക്കെ ഒരു ടോർച്ച് പ്രകാശിപ്പിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾ എന്താണ് അതിലൂടെ കാണുന്നതെന്ന് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പ്രകാശം കടത്തിവിടുന്ന വസ്തുക്കളും അതുപോലെ തന്നെ പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളായിട്ട് രണ്ടായിട്ട് തരംതിരിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ഒബ്ജക്ട്സ് ദാറ്റ് ട്രാൻസ്മിറ്റ് ലൈറ്റ്, പ്രകാശം കടത്തിവിടുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ്? വിൻഡോ ഗ്ലാസ്, വാട്ടർ ടേക്കൺ ഇൻ ഗ്ലാസ് ടംബ്ലർ, പീസ് ഓഫ് റീഡിംഗ് ഗ്ലാസ്, കളർലെസ് പ്ലാസ്റ്റിക് ബോട്ടിൽ, സ്ക്രാച്ച്ഡ് ഗ്ലാസ് ഷീറ്റ്, വൈറ്റ് പേപ്പർ, ബട്ട് പേപ്പർ, പോളിത്തീൻ കവർ. ഇതൊക്കെയാണ് ഒബ്ജക്ട്സ് ദാറ്റ് ട്രാൻസ്മിറ്റ് ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വസ്തുക്കളാണ് ഏതൊക്കെ ഇപ്പം നമ്മൾ വായിച്ചത്. ഇതിലൂടെയൊക്കെ എന്താണ് നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്തപ്പോൾ എന്താണ്, ടോർച്ച് അടിച്ചപ്പോൾ ഈ വസ്തുക്കളിലൂടെയൊക്കെ പ്രകാശം കടന്നു പോകുന്നവയാണ്. എന്നാൽ ഒബ്ജക്ട്സ് ദാറ്റ് ഡു നോട്ട് ട്രാൻസ്മിറ്റ് ഏതൊക്കെയാണ്, ഏതൊക്കെ വസ്തുക്കളിലൂടെയാണ് പ്രകാശം കടത്തിവിടാത്തത്, ഏതൊക്കെയാണ്? വുഡൻ ബ്ലോക്ക്, ക്ലോത്ത്, ബ്ലാക്ക് ചാർട്ട് പേപ്പർ, മിറർ, മാർബിൾ, കോയിൻ. അപ്പോൾ ഇതിലൂടെയൊക്കെ പ്രകാശം കടത്തിവിടാത്തവയാണ്. ഓക്കെ, ഇതിൽ ഒരു 4 നമ്മൾ റെഡിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടോ ഏതൊക്കെയാണ്? സ്ക്രാച്ചർ ഗ്ലാസ് ഷീറ്റ് ഉണ്ട്, വൈറ്റ് പേപ്പർ ഉണ്ട്, ബട്ടർ പേപ്പർ ഉണ്ട്, പോളിത്തീൻ കവറുണ്ട്. ഇതിൽ പ്രകാശം കടത്തിവിടുന്നുണ്ടോ? പ്രകാശം കടത്തിവിടുന്നുണ്ട്. എന്നാൽ എന്താണത്? പാർഷ്യലിയാണ് കടത്തിവിടുന്നത് അല്ലേ? അപ്പോൾ എമംഗ് ദ ഒബ്ജക്ട്സ് ദാറ്റ് ട്രാൻസ്മിറ്റ് ലൈറ്റ്, some substances which partially transmit light are marked in column 1. ഈ column 1-ൽ വേറൊരു കളറിൽ കൊടുത്തിട്ടില്ലേ, അതെന്താണ്? പാർഷ്യലി ആണ് ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? സ്ക്രാച്ചഡ് ഗ്ലാസ് ഷീറ്റ്, വൈറ്റ് പേപ്പർ, ബട്ടർ പേപ്പർ ആൻഡ് പോളിത്തീൻ കവർ. ദേ ഡു നോട്ട് ട്രാൻസ്മിറ്റ് ലൈറ്റ് ഇഫ് ദേ ആർ തിക്ക്. ഇതിലെന്താ പറയുന്നത്? പാർഷ്യലി ആണ് ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുക. ഇത് തിക്കാണെങ്കിൽ എന്താണ്? ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഡു നോട്ട് ട്രാൻസ്മിറ്റ് ലൈറ്റ് ഇഫ് ദേ ആർ തിക്ക്. ഇത് നല്ല തിക്കായിട്ടാണെങ്കിൽ എന്താണ്? ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഇത് തിക്കല്ലെങ്കിൽ പാർഷ്യലി ട്രാൻസ്മിറ്റ് ചെയ്യും ലൈറ്റ്. വളരെ തിക്കാണെങ്കിൽ എന്താണ്? ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യില്ല. നെക്സ്റ്റ് ഒരു എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാം. അതായത് ഈ എക്സ്പെരിമെൻ്റ് തന്നെയാണ്, അതിലെ വസ്തുക്കൾ മാറ്റേണ്ടത്. ഏതൊക്കെയാണ്? ബട്ടർ പേപ്പർ, വിൻഡോ ഗ്ലാസ്, സ്ക്രാച്ചഡ് ഗ്ലാസ് പീസ്, ഓയിൽഡ് പേപ്പർ, ഗ്ലാസ് പീസ്, പോളിത്തീൻ കവർ, പ്യുവർ വാട്ടർ ടേക്കൺ ഇൻ ഗ്ലാസ് ടംബ്ലർ, കളർലെസ് പ്ലാസ്റ്റിക് ബോട്ടിൽ. ഇവയൊക്കെ വെച്ചിട്ട് നമ്മളിതുപോലെ തന്നെ ടോർച്ച് അടിക്കുക. ഏതൊക്കെയാണ് കടത്തിവിടുന്നവയും എന്തൊക്കെയാണ് പാർഷ്യലി കടത്തിവിടുന്നവയും, അങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കിയിട്ട് അതിലെന്തൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അതിൽ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുള്ളതാണ് ഏതൊക്കെ? ഒബ്ജക്ട്സ് ദാറ്റ് ട്രാൻസ്മിറ്റ് ലൈറ്റ് കംപ്ലീറ്റ്ലി, ഒബ്ജക്ട്സ് ദാറ്റ് ട്രാൻസ്മിറ്റ് ലൈറ്റ് പാർഷ്യലി. ഏതൊക്കെയാണ് കംപ്ലീറ്റ്ലി ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ്? ഏതൊക്കെ? വിൻഡോ ഗ്ലാസ്, ഗ്ലാസ് പീസ്, അതിൽ പ്യുവർ വാട്ടർ ഇൻ എ ഗ്ലാസ് ടംബ്ലർ, കളർലെസ് പ്ലാസ്റ്റിക് ബോട്ടിൽ. ഇതിലൊക്കെ എന്താണ്? കംപ്ലീറ്റ്ലി ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ പാർഷ്യലി ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഏതൊക്കെയാണ്? ബട്ടർ പേപ്പർ, സ്ക്രാച്ചഡ് ഗ്ലാസ് പീസ്, ഓയിൽഡ് പേപ്പർ, പോളിത്തീൻ കവർ. ഇതിലൊക്കെ എന്താണ്? പാർഷ്യലിയാണ് ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഈ എക്സ്പെരിമെൻറ്റുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് വസ്തുക്കളെ 3ആയിട്ട് തരംതിരിക്കാം. എന്തൊക്കെയാണ്? ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റ്, ട്രാൻസ്ലൂസൻ്റ് ഒബ്ജക്റ്റ് ആൻഡ് ഒപ്പാക്ക് ഒബ്ജക്റ്റ്. അതായത് ട്രാൻസ്പാരൻ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ സുതാര്യ വസ്തു, ട്രാൻസ്ലൂസൻ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അതാര്യ വസ്തു, ഒപ്പാക്ക് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അർദ്ധധാര്യ വസ്തു. എന്താണ് ഇതെന്ന് നമുക്ക് നോക്കാം.
ഓക്കെ. ഒബ്ജക്ട്സ് ദാറ്റ് ട്രാൻസ്മിറ്റ് ലൈറ്റ് വെരി വെൽ ആർ കോൾഡ് ട്രാൻസ്പാരൻറ്റ് ഒബ്ജക്റ്റ്. അതായത് പ്രകാശം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളാണ് എന്ത്, സുതാര്യ വസ്തുക്കൾ അഥവാ ട്രാൻസ്പാരൻറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് വിച്ച് ട്രാൻസ്മിറ്റ് ലൈറ്റ് പാർഷ്യലി ആർ കോൾഡ് ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്റ്റ്. അതായത് പ്രകാശം ഭാഗികമായിട്ട് കടത്തിവിടുന്ന വസ്തുക്കളാണ് അർദ്ധധാര്യ വസ്തുക്കൾ അഥവാ ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് വിച്ച് ഡു നോട്ട് ട്രാൻസ്മിറ്റ് ലൈറ്റ് ആർ കോൾഡ് ഒപാക് ഒബ്ജക്റ്റ്. അതായത് പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളാണ് എന്ത്, അധാര്യ വസ്തുക്കൾ അഥവാ ഒപാക് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും നോട്ട് ചെയ്ത് പഠിച്ചേക്കുക കേട്ടോ. ട്രാൻസ്പാരൻറ്റ് ഒബ്ജക്റ്റ് പ്രകാശം കടത്തിവിടുന്നത്, ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രകാശം ഭാഗികമായിട്ട് പാർഷ്യലി കടത്തിവിടുന്നത്, ഒപാക് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശം കടത്തിവിടാത്തത്, ലൈറ്റ് ഡു നോട്ട് പാസ് ത്രൂ ദം, പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കൾ. ഓക്കെ. ഇനി നമുക്ക് ഇതിലേക്ക് കുറേയധികം എക്സാമ്പിളുകളൊന്ന് നോക്കാം. അതായത് ട്രാൻസ്പാരൻറ്റ് ഒബ്ജക്റ്റ്, ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്റ്റ്, ഒപാക് ഒബ്ജക്റ്റ്, ഇതിലേക്കൊക്കെ പറ്റിയ എക്സാമ്പിളുകൾ നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് നമ്മുടെ ട്രാൻസ്പാരൻറ്റ് ഒബ്ജക്റ്റിന് എക്സാമ്പിളാണ് എയർ, ഷുഗർ സൊല്യൂഷൻ, സോൾട്ട് സൊല്യൂഷൻ, അതുപോലെ തന്നെ വിൻഡ്ഷീൽഡ് ഓഫ് വെഹിക്കിൾസ്, സ്ക്രീൻ ഗാർഡ് ഓഫ് മൊബൈൽ ഫോൺ, കളർലെസ് ഗ്ലാസ് ബോട്ടിൽസ്, ഇതൊക്കെ. ഇനി ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്റ്റ് അതായത് പാർഷ്യലി കടത്തിവിടുന്നത് ഏതൊക്കെയാണ്, റഫ് ആൻഡ് ഗ്ലാസ് ഡോർസ് ആൻഡ് വിൻഡോ പെയിൻസ്, ഡൈലൂട്ടഡ് മിൽക്ക്, ഫോഗ്, സ്മോക്ക്, മിൽക്കി ഗ്ലാസ്, യൂസ്ഡ് ഇൻ LED ബൾബ്സ് ആൻഡ് ട്യൂബ്സ്. ഇതൊക്കെ എന്താണ്, ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്റ്റ് ആണ്, അതായത് പാർഷ്യലി ആണ് ലൈറ്റ് കടത്തിവിടുന്നത്. ഇനി ഒപാക് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അതായത് പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കൾ ഏതൊക്കെയാണ്, കാർഡ്ബോർഡ്, സ്റ്റോൺ, മെറ്റൽ ഷീറ്റ്, പ്ലൈവുഡ്, ലെതർ, തിക്ക് പേപ്പർ. നമുക്ക് എക്സാമ്പിൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഏകദേശം ഏതൊക്കെയാണ് ട്രാൻസ്പെറൻറ്റ്. ആ ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്റ്റ് മാത്രം ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി, കാരണം പാർഷ്യലി കടത്തിവിടുന്നത്. ഓക്കെ, നമുക്ക് മനസ്സിലാവും, എന്നാലും ഒന്ന് നോട്ട് ചെയ്തേക്കാം. അപ്പോൾ ട്രാൻസ്പാരൻറ്റ് ഒബ്ജക്റ്റ്, ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്റ്റ്, ഒപാക് ഒബ്ജക്റ്റ് നമ്മൾ പഠിച്ചു. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളുകൾ നമ്മൾ നോക്കി. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കവറിങ് ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റ് ഇൻ ടു ഒപാക് ഒബ്ജക്റ്റ്. അതായത് സുതാര്യ വസ്തുവിനെ അധാര്യമാക്കുന്ന ഒരു സംഭവം നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അതായത് സുതാര്യമായ വസ്തുവിനെ പ്രകാശം നിയന്ത്രിതമായിട്ട് കടത്തിവിടുന്ന തരത്തിൽ അർദ്ധധാര്യമാക്കാനോ പ്രകാശം തീരെ കടത്തിവിടാത്ത തരത്തിൽ അധാര്യമാക്കാനോ പലപ്പോഴും കഴിയും. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കാം. കവറിങ് ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റ് ഇൻ ടു ഒപാക് ഒബ്ജക്റ്റ്. ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രകാശം ഫുള്ളായിട്ട് കംപ്ലീറ്റ്ലി കടത്തിവിടുന്ന ഒബ്ജക്റ്റിലേക്ക് ഒരു ഒപാക് ഒബ്ജക്റ്റ് കവർ ചെയ്യുന്ന ഒരു ഇത് എന്താണ്, നമുക്കതിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ് നമുക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ ആക്കാൻ പറ്റുമോ എന്നുള്ളത് എക്സ്പെരിമെൻറ്റ് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ് നമുക്ക് നോക്കാം. ബ്ലാക്കൻ എ ട്രാൻസ്പെറൻറ്റ് glass sheet with a smoke from a candle or kerosene lamp. You can make it translucent by keeping it in smoke for a short time. If it is kept in a smoke for a long time, you can make it opaque. മനസ്സിലായോ? ഇതിൽ ഒരു മെഴുകുതിരിയോ അല്ലെങ്കിൽ ഒരു കെറോസിൻ ലാമ്പ്, അതായത് മണ്ണെണ്ണ വിളക്കൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റിന്, ഒരു ഷീറ്റിനെ, ഗ്ലാസ് ഷീറ്റ്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് ഷീറ്റിനെ ഒന്ന് കരി പിടിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ തീ കത്തണ അതിൻ്റെ പുക ഇങ്ങനെ വരില്ലേ, കെറോസിൻ ലാമ്പിലൊക്കെ നന്നായിട്ട് വരാറുണ്ട്. അതുപോലെ മെഴുകുതിരിയിലായാലും നമ്മൾ ഈ മുകളിൽ ആ ഗ്ലാസ് ഷീറ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം മാത്രം ആ ഗ്ലാസ് ഷീറ്റ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ പുക വരണേൻ്റെ അവിടെ വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും, അതെന്തായിട്ട് മാറാണ്, അത് ട്രാൻസ്ലൂസൻ്റ് ഒബ്ജക്റ്റായിട്ട് മാറാണ്. അത് പ്രകാശം ഭാഗികമായിട്ട് കടത്തിവിടുന്ന ഒരു വസ്തുവായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ആ ഗ്ലാസ് ഷീറ്റ്. കുറേ നേരം ലോങ് ടൈം വെക്കുകയാണെങ്കിലോ അതെന്തായിട്ട് മാറുകയാണ്, അത് ഒപാക് ഒബ്ജക്റ്റായിട്ട് മാറുകയാണ്, അതായത് അധാര്യ വസ്തുവായിട്ട് മാറുകയാണ്, അതായത് പ്രകാശം കടത്തിവിടാത്തൊരു വസ്തുവായിട്ട് മാറുകയാണ്. കാരണം കരി നല്ലോണം പിടിച്ചിട്ടുണ്ടാവും, പ്രകാശത്തിന് കടന്നു പോകാനായിട്ടുള്ളൊരു ഗ്യാപ്പില്ല, ഫുള്ളായിട്ട് അത് ബ്ലാക്കനായിട്ടുണ്ടാവും. അപ്പോൾ അതൊരു പരീക്ഷണമാണ്. അപ്പോൾ അതും കൂടി നോട്ട് ചെയ്ത് വെച്ചേക്കും കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് വാട്ടറിനെ ട്രാൻസ്ലൂസൻ്റ് ആക്കാൻ പറ്റും. വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ കൂടെ
ലൈറ്റ് കടന്നു പോകും അല്ലേ. വെള്ളം ലൈറ്റിനെ കടത്തിവിടുന്നൊരു വസ്തുവാണ്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു വസ്തുവാണ്. അപ്പോൾ അതിന് ട്രാൻസ്ലൂസൻ്റ് ആക്കാനുള്ള ഒരു എക്സ്പെരിമെൻറ്റ് നമുക്ക് നോക്കാം. ടുക്ക് സം വാട്ടർ ഇൻ എ ട്രാൻസ്പെറൻറ്റ് വെസൽ. ഒരു ട്രാൻസ്പെറൻറ്റ് വെസലിലേക്ക് കുറച്ച് വെള്ളം എടുക്കുക. പുട്ട് ഫ്യൂ ഡ്രോപ്സ് ഓഫ് ഇങ്ക് ഇൻ ടു ഇറ്റ്. അതായത് അതിലേക്ക് ഏതെങ്കിലും കളർ ഇങ്ക് അതിലേക്ക് ഫ്യൂ ഡ്രോപ്സ് ചേർക്കുക. വെയിറ്റ് ഫോർ സം ടൈം. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഇഫ് യു ക്യാൻ സീ ദാറ്റ് ദ ട്രാൻസ്പെറൻസി ഓഫ് വാട്ടർ ഈസ് ഡിക്രീസ്ഡ് ആൻഡ് ഇറ്റ് ബിക്കം ട്രാൻസ്ലൂസൻറ്റ്. അതായത് കുറച്ച് നേരം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ആ വാട്ടറിൻ്റെ ട്രാൻസ്പെറൻസി ഡിക്രീസ് ചെയ്യണത് കാണാം. ഡിക്രീസ് ചെയ്തിട്ട് എന്താ ഉണ്ടാവേണ്ടത്, അത് എന്താണ് ട്രാൻസ്ലൂസൻ്റ് ആവും. അതായത് പാർഷ്യലി മാത്രമാണ് ലൈറ്റ് കടത്തിവിടുന്ന ഒരു വസ്തുവായിട്ട് മാറും. യു ക്യാൻ യൂസ് മിൽക്ക് ഓർ സ്റ്റാർച്ച് വാട്ടർ ഇൻസ്റ്റെഡ് ഓഫ് ഇങ്ക്. അതായത് ഈ ഇങ്കിന് പകരം അതായത് മിൽക്ക്, പാലോ അതുപോലെ തന്നെ എന്താ പറയുക സ്റ്റാർച്ച് വാട്ടർ, അതായത് കഞ്ഞിവെള്ളമില്ലേ, കഞ്ഞിവെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് വെള്ളത്തിന് എന്ത് ആക്കാൻ പറ്റും, ട്രാൻസ്ലൂസൻ്റ് ആക്കാൻ പറ്റും. അപ്പോൾ അതുപോലത്തെ ഒരു എക്സ്പെരിമെൻ്റാണ് ഇതിൽ പറയുന്നത്, അതും കൂടി. അപ്പോൾ ഇത് എക്സാമിന് ചോദിക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ക്ലാസ് ഷീറ്റിനെ ട്രാൻസ്ലൂസൻ്റ് അല്ലെങ്കിൽ ഒപ്പാക്ക് ഒബ്ജക്റ്റ് ആക്കാൻ പറ്റുമോ, എങ്ങനെയാണ് ചെയ്യാൻ വേണ്ടി എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറയും, എക്സ്പെരിമെൻറ്റ് എഴുതാൻ പറയും. അല്ലെങ്കിൽ വെള്ളത്തിനെ നമുക്ക് ട്രാൻസ്ലൂസൻ്റ് ആക്കാൻ പറ്റുമോ, എങ്ങനെ ചെയ്യാം, അപ്പോൾ അതുപോലത്തെ ഒരു എക്സ്പെരിമെൻറ്റ് നോക്കാൻ പറയും. അപ്പോൾ ഇതൊക്കെ നോട്ട് ചെയ്ത് പഠിച്ചിരിക്കുന്നത് എളുപ്പമാണ്. ഇത് നമ്മൾ സർവ്വസാധാരണമായിട്ട് ചെയ്യുന്നതും നമ്മൾ കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് നമ്മൾ സയൻസിലേക്ക് വരുമ്പോൾ അതിൻ്റേതായ അതിനൊരു സയൻസ് തത്വം ഉണ്ടെന്ന് മാത്രം. അപ്പോൾ അത്രയേ ഉള്ളൂ, അത് എളുപ്പമായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതും കൂടി നോട്ട് ചെയ്ത് പഠിച്ചേക്കോ കേട്ടോ. അതുപോലെ തന്നെ മക്കളെ, നമുക്ക് വേറെ എക്സ്പെരിമെൻറ്റ് ചെയ്യാം. അതായത് നമുക്ക് എയറിനെ ട്രാൻസ്ലൂസൻ്റ് ആക്കാൻ പറ്റുമോ, എയറിനെ അതുപോലെ പാർഷ്യലി കടത്തിവിടുന്ന എന്താ പറയുക ഒരു വസ്തുവാക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. പറ്റും. എങ്ങനെ? പുട്ട് എ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ടംബ്ലർ വിത്ത് ബോട്ടം അപ്പ് ഓവർ സം ബേണിംഗ് ഇൻസെൻസ് സ്റ്റിക്സ്. കീപ് ഇൻ എ ഗ്ലാസ് ഫോർ സം ടൈം ആൻഡ് ക്ലോസ് ഇറ്റ് വിത്ത് എ ഗ്ലാസ് ലിഡ്. എയർ ഇൻസൈഡ് ദ ഗ്ലാസ് ടംബ്ലർ ഈസ് മെയ്ഡ് ട്രാൻസ്ലൂസൻറ്റ്. യു ക്യാൻ യൂസ് എ ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് ഓർ ഗ്ലാസ് ബോട്ടിൽ ഇൻസ്റ്റെഡ് ഓഫ് ഗ്ലാസ് ടംബ്ലർ. അതായത് ഒരു ഗ്ലാസ് ടംബ്ലറിലേക്ക് അല്ലെങ്കിൽ ഒരു ലിഡായിട്ടുള്ള ഒരു ഗ്ലാസ് ടംബ്ലറിലേക്ക് ഒരു ചന്ദനത്തിരി ഇൻസെൻസ് സ്റ്റിക്ക് കത്തിച്ച് വയ്ക്കുക. കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പുക പിടിക്കും, പുക നിറയും. അപ്പോൾ അതെന്താവാണ്, അത് ട്രാൻസ്ലൂസൻ്റ് ആവുകയാണ് ചെയ്യുന്നത്. അതായത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് ടംബ്ലറല്ല എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് പുക കടത്തി വിടുമ്പോൾ അതെന്താണ്, ആ ട്രാൻസ്പെറൻസി മാറുകയാണ് ചെയ്യുന്നത്, അത് ട്രാൻസ്ലൂസൻ്റ് ആവുകയാണ് ചെയ്യുന്നത്, പാർഷ്യലി കടത്തിവിടുന്നൊരു വസ്തുവായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇതിന് വരെ നമുക്ക് ഈ ഗ്ലാസ് ടംബ്ലർ എടുക്കുന്നതിന് പകരം എന്താ, ഒരു പ്ലാസ്റ്റിക് ഗ്ലാസ് ബോട്ടിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലോ അല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ബോട്ടിലോ ഗ്ലാസ് ബോട്ടിലോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ എന്താണ്, അപ്പോൾ അതെന്തായി മാറുകയാണ്, ആ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് ടംബ്ലർ അല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിൽ ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ടംബ്ലർ അല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിലായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇത് അപ്പോൾ നമുക്ക് വാട്ടറിനെയും അതുപോലെ തന്നെ ഒരു ഗ്ലാസ് ഷീറ്റിനെയും അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഗ്ലാസ് ടംബ്ലറിനൊക്കെ എയറിലും അതുപോലെ തന്നെ എന്താ പറയുക വാട്ടറിനെയൊക്കെ നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും, നമുക്ക് ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആക്കി മാറ്റാം. ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റിനെയൊക്കെ നമുക്ക് എന്താക്കാൻ പറ്റും, ട്രാൻസ്ലൂസൻ്റ് ഒബ്ജക്റ്റ് ആക്കാൻ പറ്റും. അതായത് കവറിങ് ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റ് ടു ഒപ്പാക്ക് ഒബ്ജക്റ്റ്. അതായത് ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റിനെ ഒരു മറ പോലെ ആക്കിയിട്ട് ഒരു മറയിൽ ട്രാൻസ്ലൂസൻ്റ് അല്ലെങ്കിൽ ഒപ്പാക്ക് ഒബ്ജക്റ്റായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അതിനുള്ള എക്സ്പെരിമെൻറ്റുകളാണ് നമ്മൾ കണ്ടത്. അത് നോട്ട് ചെയ്ത് പഠിച്ചേക്കാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നിത്യജീവിതത്തിൽ അതാര്യമായ സ്വഭാവങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തി നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കത് നോക്കാം. ട്രാൻസ്പെറൻസി ആൻഡ് ഒപ്പാസിറ്റി ഓഫ് ഒബ്ജക്റ്റ് ഇൻ ഡെയിലി ലൈഫ്.
അതായത് ഫസ്റ്റ് വൺ പറയുന്നത് യു ക്യാൻ ഷേക്ക് ദ ഇങ്ക് ഇൻ യുവർ ബോൾ പെൻ റീഫിൽ ആസ് ഇറ്റ് ട്രാൻസ്പാരൻറ്റ് ആൻഡ് ട്രാൻസ്ലൂസൻറ്റ്. അതായത് നമ്മുടെ പേന സുതാര്യമായതോ അല്ലെങ്കിൽ അത് അർദ്ധധാര്യമായതോ കൊണ്ടാണ് നമ്മൾ എന്താ ചെയ്യുന്നത്, റീഫിൽ പേനയിൽ മഷി തീർന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലേ. റീഫിൽ പേനയിൽ ആ പേനയിലത്തെ മഷി തീരുമ്പോഴും അല്ലെങ്കിൽ അത് ഉള്ളപ്പോഴുമാണ് നമുക്ക് എന്താ പേന അത് സുതാര്യമാണോ, റീഫിൽ സുതാര്യമാണോ അല്ലെങ്കിൽ അർദ്ധധാര്യമാണോ എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് അല്ലേ. പിന്നെ അടുത്തത് മാപ്സ് ആൻഡ് ഡയഗ്രാംസ് ആർ കോപ്പീഡ് ബൈ യൂസിങ് എ ട്രേസിംഗ് പേപ്പർ ഡ്യൂ ടു ട്രാൻസ്ലൂസൻറ്റ് നേച്ചർ. അതായത് ട്രേസിംഗ് പേപ്പർ അല്ലെങ്കിൽ ഓയിൽ പേപ്പർ ഉപയോഗിച്ചിട്ട് മാപ്പുകളൊക്കെ നമ്മൾ ചിത്രങ്ങളൊക്കെ ട്രേസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അത് ആ പേപ്പറിൻ്റെ എന്ത് ഗുണമാണ്, അതിൻ്റെ അർദ്ധധാരി സ്വഭാവം കൊണ്ടാണ് അല്ലേ. അതുകൊണ്ടാണ് നമുക്ക് പാർഷ്യലി അത് കടത്തി വിടുന്നുണ്ട് ഇല്ലേ, അതുകൊണ്ട് നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇല്ലേ. നെക്സ്റ്റ് അതുപോലത്തെ ഒരു സന്ദർഭമാണ് എൻട്രിങ് ഓഫ് ലൈറ്റ് ടു എ റൂം ഈസ് പ്രിവെൻറ്റഡ് ബൈ opaque നേച്ചർ ഓഫ് വോൾസ്, റൂഫ്സ് ആൻഡ് കർട്ടൻസ്. അതായത് ചുമരുകളും വാതിലുകളും ഒക്കെ അധാര്യമായതുകൊണ്ടല്ലേ മുറികൾക്കകത്തൊക്കെ ഒരു സ്വകാര്യത സംരക്ഷിക്കപ്പെടുന്നത് അല്ലേ. അതായത് അത് ഫുള്ളായിട്ട് തുറന്ന് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ഇതാണെങ്കിൽ നമുക്ക് നമുക്ക് നമ്മുടെ ഒരു സ്വകാര്യതയിൽ കിട്ടും. അപ്പോൾ ചുമരും വാതിലും അതുപോലത്തെ വസ്തുക്കളൊക്കെ എന്താണ് അധാര്യമായതുകൊണ്ടാണ് മുറികൾക്കൊക്കെ നമുക്കൊരു സ്വകാര്യത സംരക്ഷിക്കപ്പെടുന്നത്. മനസ്സിലായോ? ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ. ഇതുപോലെ ഉള്ള കുറച്ച് എക്സാമ്പിളുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. വസ്തുക്കളുടെ സുതാര്യതയും അധാര്യതയും അർദ്ധധാര്യതയും ഒക്കെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന കുറച്ച് സന്ദർഭങ്ങളാണ് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാവരും നോട്ട് ചെയ്തേക്കോ കേട്ടോ. ഇതാണ്, അതായത് utilize the transparency, opacity and the translucency of object in everyday life. ഏതൊക്കെയാണത് 3 ആയിട്ട് തരം തിരിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്തേക്കോ കേട്ടോ. സിറ്റുവേഷൻസ് ഇൻ വിച്ച് ട്രാൻസ്പാരൻറ്റ് ഒബ്ജക്റ്റ് ആർ യൂസ്ഡ്, സിറ്റുവേഷൻസ് ഇൻ വിച്ച് ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്റ്റ് ആർ യൂസ്ഡ്, സിറ്റുവേഷൻസ് ഇൻ വിച്ച് ഒപാക്ക് ഒബ്ജക്ട്സ് ആർ യൂസ്ഡ്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് നോക്കാം. ഓക്കെ, വിൻഷീൽഡ് ഫസ്റ്റ് വൺ ചെയ്ത ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റ് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്? വിൻഷീൽഡ് ഇൻ വെഹിക്കിൾസ്, ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് റാപ്പേഴ്സ്, ഗ്ലാസ് ഓഫ് ഷോ കേസസ്, സെല്ലോ ടേപ്പ്, ഗ്ലാസസ് ഓഫ് വാച്ചസ് ആൻഡ് ക്ലോക്സ്, സ്ക്രീൻ ഗാർഡ് ഓഫ് മൊബൈൽ ഫോൺസ് ആൻഡ് ലാപ്ടോപ്സ്. ദെൻ സിറ്റുവേഷൻസ് ഇൻ translucent objects are used, roughened surface glasses used for door and window panes, then designs in window panes, then some types of bottles and spray bottles, refills of pens. ഇതൊക്കെയാണ് ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്റ്റിനായിട്ടുള്ള ഉദാഹരണങ്ങൾ. ഇനി ഒപാക്ക് ഒബ്ജക്റ്റ് യൂസ് ചെയ്യുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? വാൾസ്, കർട്ടൻസ്, വുഡൻ ഓർ മെറ്റൽ ഡോർ പെയിൻസ്, കാർഡ്ബോർഡ്, വുഡൻ ബോക്സസ്, സ്യൂട്ട് കേസസ്, സ്കൂൾ ബാഗ്, പേപ്പർ, ഒപാക്ക് പ്ലാസ്റ്റിക് ആർട്ടിക്കിൾസ്. ഇതൊക്കെ എന്താണ് ഒപാക്ക് ഒബ്ജക്റ്റായിട്ട് യൂസ് ചെയ്യുന്ന സന്ദർഭങ്ങളാണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ദ ലൈറ്റ് ദാറ്റ് റിട്ടേൺസ്, അതായത് തിരിച്ചു വരുന്ന പ്രകാശം എന്ന ഭാഗം. ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഒബ്ജക്റ്റിലൂടെ അല്ലെങ്കിൽ സുതാര്യ വസ്തുക്കളിലൂടെയൊക്കെ പ്രകാശം കടന്നു പോകുന്നു നമ്മൾ മനസ്സിലാക്കി ഇല്ലേ. പ്രകാശം കടത്തിവിടാത്ത ഒപാക്ക് ഒബ്ജക്റ്റിലൂടെ അല്ലെങ്കിൽ അധാര്യ വസ്തുക്കളിൽ പ്രതിപദിക്കുന്ന പ്രകാശത്തിന് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപൂർവം ചില കറുത്ത വസ്തുക്കളിലൊക്കെ അവയിൽ പതിക്കുന്ന പ്രകാശം ചെറിയ തോതിലോ അല്ലെങ്കിൽ ഭൂരിഭാഗം തന്നെയോ അവയിൽ തട്ടി തിരിച്ചു പോകുന്നുണ്ട് ഇല്ലേ. അതായത് കറുത്ത വസ്തുക്കളിലൊക്കെ അപൂർവം ചില കറുത്ത വസ്തുക്കളിലൊക്കെ എന്താ അതിൽ പതിക്കുന്ന പ്രകാശം ചെറിയ തോതിൽ അല്ലെങ്കിൽ ഭൂരിഭാഗം തന്നെയോ അവയിൽ തട്ടി തിരിച്ചു പോകുന്നവയാണ്. ചില വസ്തുക്കളിൽ ഉദാഹരണമായെടുത്ത് അത് നമുക്ക് പരിശോധിക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമുക്കൊരു എക്സ്പെരിമെൻ്റ് നമുക്ക് ചെയ്ത് നോക്കാം. Let us arrange a mirror in front of a wall of a classroom and let light from a torch fall on it. Better make the classroom dark by shutting the doors and windows. You can see that the light was returned with the direct same intensity and fall on the wall. അതായത് ക്ലാസ് റൂമിലെ ചുമരിന് അഭിമുഖമായിട്ട് ഒരു കണ്ണാടി വെച്ചിട്ട് കണ്ണാടിയിലേക്ക് ടോർച്ച് അടിക്കുക
ഓക്കെ. അപ്പോൾ ഗ്ലാസ് മുറിയിൽ ഇരുട്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഡോറൊക്കെ അടച്ചിടുന്നത് നല്ലതായിരിക്കും. അപ്പോൾ കണ്ണാടിയിൽ തട്ടിയ പ്രകാശം ഏകദേശം അതേ തീവ്രതയിൽ തന്നെ തിരിച്ച് അയക്കപ്പെട്ട് ചുവരിൽ പതിച്ചില്ലേ, ഇല്ലേ? അതായത് ടോർച്ച് അടിക്കുക, അപ്പോൾ അത് നേരെ ചുമരിലേക്ക്, ആ കണ്ണാടിയിൽ നിന്നുള്ള പ്രകാശം എവിടേക്ക് എത്താണ്, ചുമരിലേക്ക് പതിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അത് നമ്മൾ കണ്ടു. മനസ്സിലായോ? ഇനി ഈ എക്സ്പെരിമെൻ്റ് തന്നെ താഴെ പറയുന്ന വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് ചുമരിന് അഭിമുഖമായിട്ട് പിടിച്ച് ടോർച്ച് ഉപയോഗിച്ച് പ്രകാശം പ്രതിഫലിച്ചിട്ട് പരീക്ഷണം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് നോക്കി നോക്കാം. Repeat the experiment by holding the following object against the wall and allowing light from the torch to fall on each of them. Okay. എന്തൊക്കെയാണ് അതിന് വേണ്ട സാമഗ്രികൾ, എന്തൊക്കെയാണ് മെറ്റീരിയൽസ്, എന്തൊക്കെയാണ്? സ്മൂത്ത് ടൈൽ, ന്യൂ സ്റ്റീൽ പ്ലേറ്റ്, റൂഫിംഗ് ടൈൽ, ഹാർഡ് ബോർഡ്, പേപ്പർ, വുഡൻ ബ്ലോക്ക്. ഓക്കെ, ഇതൊക്കെ വെച്ചിട്ട് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് മിനുസള്ള ടൈല്, പുതിയ സ്റ്റീൽ പ്ലേറ്റ്, ഓട്, ഹാർഡ് ബോർഡ്, അതുപോലെ തന്നെ പേപ്പർ, മരക്കട്ട, ഇതൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുഖം നോക്കുന്ന കണ്ണാടി, അതായത് കണ്ണാടി വെച്ചിട്ട് ചെയ്തപ്പോൾ എന്താണ്, പ്രകാശം തട്ടി തിരിച്ചു വരുന്നതിലുള്ള വ്യത്യാസം എങ്ങനെയായിരുന്നു? പ്രകാശം നന്നായിട്ട് തിരിച്ചു പോകുന്നുണ്ട്, ഇല്ലേ? പ്രകാശം, ലൈറ്റ് റിട്ടേൺസ് വെൽ, നന്നായിട്ട് പ്രകാശം തട്ടി തിരിച്ചു പോകുന്നുണ്ട്. നെക്സ്റ്റ് പേപ്പർ വെച്ചിട്ടുള്ളതാണ്. എങ്ങനെയാണ് പ്രകാശം എങ്ങനെയാണ്? വളരെ കുറച്ച് മാത്രമാണ് തിരിച്ചു പോകുന്നത്, അല്ലേ? വെരി ലിറ്റിൽ ലൈറ്റ് റിട്ടേൺസ്, വളരെ കുറച്ച് ലൈറ്റ് മാത്രമാണ് റിട്ടേൺ ചെയ്യുന്നത്. പുതിയ സ്റ്റീൽ പ്ലേറ്റ് ആണെങ്കിലോ പ്രകാശം നന്നായിട്ട് തട്ടിയിട്ട് തിരിച്ചു പോകുന്നത്, ലൈറ്റ് റിട്ടേൺസ് വെൽ. സ്മൂത്ത് ടൈലാണെങ്കിലോ ലൈറ്റ് റിട്ടേൺസ് വെൽ. റൂഫിംഗ് ടൈലാണെങ്കിലോ, റൂഫിംഗ് ടൈൽ എന്ന് പറഞ്ഞാൽ മിനുസമുള്ള, ഓട്, റൂഫിംഗ് ടൈൽ എന്ന് പറഞ്ഞാൽ ഓട്, അതെന്താണ്, വളരെ കുറച്ച് മാത്രം പ്രകാശം, വളരെ കുറച്ച് മാത്രമാണ് തിരിച്ചു പോകുന്നത്. ഹാർഡ് ബോർഡിലാണെങ്കിലോ പ്രകാശം വളരെ കുറച്ച് മാത്രമാണ് തിരിച്ചു പോകുന്നത്, വെരി ലിറ്റിൽ ലൈറ്റ് റിട്ടേൺസ്. വുഡൻ ബ്ലോക്ക് ആണെങ്കിലും അതുപോലെ തന്നെ എന്താണ്, പ്രകാശം വളരെ കുറച്ച് മാത്രമാണ് തിരിച്ചു പോകുന്നത്, വെരി ലിറ്റിൽ ലൈറ്റ് റിട്ടേൺസ്. ഓക്കെ, മനസ്സിലായോ? ഇപ്പം നമ്മൾ കണ്ടു ചില വസ്തുക്കളിലൊക്കെ തട്ടിയിട്ട് പ്രകാശം മുഴുവനായിട്ട് അതുപോലെ തന്നെ തിരിച്ചു പോകുന്ന ഒരു പ്രതിഭാസം നമ്മൾ കണ്ടു, ഇല്ലേ? അപ്പോൾ ഇതുപോലെ പ്രകാശം വസ്തുക്കളിൽ തട്ടി തിരിച്ചു വരുന്നതാണ് എന്ത്, പ്രകാശത്തിൻ്റെ പ്രതിപതനം എന്ന് പറയുന്നത്, റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് റിഫ്ലക്ഷൻ? റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് റെഫേഴ്സ് ടു ദ റിട്ടേണിംഗ് ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് സ്ട്രൈക്സ് ഓൺ ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിൽ തട്ടി, ഒബ്ജക്റ്റിൽ സ്ട്രൈക്ക് ചെയ്തിട്ട് ലൈറ്റ് റിട്ടേൺ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് റെഫേഴ്സ് ടു ദ റിട്ടേണിംഗ് ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് സ്ട്രൈക്സ് ഓൺ ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിൽ സ്ട്രൈക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒബ്ജക്റ്റിൽ തട്ടിയിട്ട് ലൈറ്റ് റിട്ടേൺ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് അഥവാ പ്രകാശത്തിൻ്റെ പ്രതിപതനം എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ എക്സ്പെരിമെൻറ്റിലൂടെ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കുക വീട്ടിൽ, അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ് റൂമിലോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്ത് നോക്കിയിട്ട് നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇതുപോലെയുള്ള എന്താ പറയുക മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് പ്രകാശം ടോർച്ച് അടിച്ച് നോക്കുക, ഇരുട്ടുള്ള ഒരു റൂമിലേക്ക് വെച്ചിട്ട് ആ വസ്തുവിലേക്ക് ടോർച്ച് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രകാശം അത് എങ്ങനെയാണ് ഫുള്ളായിട്ട് നന്നായി തിരിച്ചു പോകുന്നുണ്ടോ അല്ലെങ്കിൽ കുറച്ച് മാത്രമാണ് തിരിച്ചു പോകുന്നതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇപ്പം നമ്മൾ കുറച്ച് വസ്തുക്കൾ എടുത്തിട്ട് അതിൽ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കിയില്ലേ, അതായത് പ്രകാശം അതായത് ഫുള്ളായിട്ട് പ്രതിപദിപ്പിക്കുന്നുണ്ടോ എന്നാൽ ഭാഗികമായിട്ട് പ്രതിപദിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കി. ഇനി ആ വസ്തുക്കളൊന്ന് നമ്മൾ തൊട്ട് നോക്കുക, ഒന്ന് സ്പർശിച്ച് നോക്കുക, അതിൻ്റെ പ്രതലം എങ്ങനെയാണ്. പ്രകാശം നന്നായിട്ട് പ്രതിപദിപ്പിക്കുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ്, ഇതിലേതൊക്കെയാണ് പ്രകാശം നന്നായിട്ട് പ്രതിപദിപ്പിക്കുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ്? കണ്ണാടി, പിന്നെ ഏതൊക്കെയാണ്? പുതിയ സ്റ്റീൽ പ്ലേറ്റ്, മിനുസമുള്ള ടൈല്, ഇതൊക്കെയാണ് പ്രകാശം നന്നായിട്ട് തിരിച്ചു പോകുന്ന റിട്ടേൺ ചെയ്യുന്ന റിഫ്ലക്ഷൻ നടക്കുന്ന വസ്തുക്കൾ അല്ലേ. അപ്പോൾ ഇതിൻ്റെ പ്രതലം എങ്ങനെയാണ്? വളരെ വളരെ മിനുസമുള്ളതാണ് അല്ലേ, വളരെ മിനുസായിട്ടുള്ള ഒരു പ്രതലമാണ്. എന്നാൽ ബാക്കിയുള്ളതൊന്ന് നോക്കി നോക്കൂ, ഓട്, ഹാർഡ് ബോർഡ്, മരക്കട്ട, പേപ്പർ, ഇവയ്ക്കൊക്കെ എന്താണ്, അവയുടെ പ്രതലം എങ്ങനെയാണ്? പരിപരുത്തതാണ് അല്ലേ. അപ്പോൾ പ്രകാശം
പ്രതിപതിപ്പിക്കുന്നതിൻ്റെ അളവ് കുറയുന്നു അവിടെ പരിപരുത്തതാകുമ്പോൾ. അപ്പോൾ ചുമരിലേക്ക് നന്നായിട്ട് പ്രകാശം നന്നായി പ്രതിപതിക്കുന്ന വസ്തുക്കൾ പ്രതലം എന്താണ്? മിനുസമുള്ള പ്രതലങ്ങളാണ്. പ്രതലം പരിപരുത്തതാകുമ്പോൾ എന്താണ്? പ്രകാശം പ്രതിപതിക്കുന്നതിൻ്റെ അളവ് കുറയുന്നു. മനസ്സിലായോ? ഓക്കെ. The surface of the object which reflect light very well are smooth surfaces. അതായത് ഒരു ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നതിൻ്റെ നല്ലതായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ സർഫസ് എന്താണെന്ന് പറയുന്നത്, ഏത് സർഫസിൽ തട്ടിയിട്ടാണ് ആ പ്രകാശം നന്നായിട്ട് പ്രതിപതിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ സർഫസ് എന്താണ്? സ്മൂത്ത് സർഫസ് ആണ്. The amount of light that reflects decreases when the surface is rough. അതായത് പാർഷ്യലി അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഡിക്രീസസ്, വളരെ ചെറിയ എമൗണ്ട് ഓഫ് ലൈറ്റാണ് അതിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ സർഫസ് എന്താണ്? റഫ് സർഫസ് ആണ്. ഏതിൽ തട്ടിയിട്ടാണ്, ഏത് പ്രതലത്തിൽ അല്ലെങ്കിൽ ഏത് സർഫസിൽ തട്ടിയിട്ടാണ് പ്രകാശം പ്രതിപതിക്കുന്നതിനനുസരിച്ച് ആ സർഫസുകൾ മിനുസമുള്ളതാണെങ്കിൽ എന്താണ്? അത് നന്നായിട്ട് പ്രകാശം കടത്തിവിടുന്ന, അത് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. എന്നാൽ വളരെ പരിപരുത്തത് അല്ലെങ്കിൽ വളരെ എന്താ പറയുക റഫ് സർഫസ് ആണെങ്കിൽ വളരെ ചെറിയ എമൗണ്ട് ഓഫ് ലൈറ്റാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്താം. സ്മൂത്ത് സർഫസ് റിഫ്ലക്റ്റഡ് ദ ലൈറ്റ് വെരി വെൽ. വെൻ ദ സർഫസ് ബിക്കം റഫ് ദ എമൗണ്ട് ഓഫ് റിഫ്ലക്ഷൻ ഡിക്രീസസ്. ഓക്കെ. മിനുസമുള്ള പ്രതലങ്ങൾ പ്രകാശത്തെ നന്നായി പ്രതിപതിപ്പിക്കുന്നു. പരിപരുത്ത പ്രതലങ്ങൾ പ്രകാശം ഒരേയിടത്ത് പ്രതിപതിക്കുന്നത് കുറവാണ്. ഒരു സ്ഥലത്ത് പരിപരുത്ത പ്രതലങ്ങൾ പ്രകാശം ഒരേയിടത്ത് പ്രതിപതിപ്പിക്കുന്നത് കുറവാണ്. ഓക്കെ. ഇവിടെ ചിത്രത്തിൽ 2 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. മിററിൽ തട്ടിപ്പോകുന്നതും അതുപോലെ തന്നെ സാൻഡ് പേപ്പറിൽ തട്ടിപ്പോകുന്ന പ്രകാശത്തിൻ്റെ ഒരു ചിത്രീകരണം, പ്രകാശം എങ്ങനെയാണ് തട്ടിപ്പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചിത്രീകരണം അവിടെ കൊടുത്തിട്ടുണ്ട്. മിനുസമുള്ള വസ്തു എന്ന് പറയുമ്പോൾ മുഖം നോക്കുന്ന കണ്ണാടി എന്ന് പറയാം. പരിപരുത്ത വസ്തുവിൽ തട്ടിയിട്ടെന്ന് പറയുമ്പോൾ സാൻഡ് പേപ്പർ. അതിൽ പ്രകാശം പ്രതിപതിക്കുന്നതിൻ്റെ ചിത്രീകരണം ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കണ്ണാടിയിൽ പതിക്കുന്ന പ്രകാശം ക്രമമായിട്ട് പതിക്കുമ്പോൾ ഒരേ ദിശയിലേക്ക് ഒരുപോലെ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ? അവിടെ തട്ടി ഒരേ ദിശയിലേക്ക് പോകുന്നു, അടുത്തത് തട്ടി തിരിച്ചു പോകുന്നു. ഒരേ ദിശയിലേക്ക് ഒരേപോലെ ക്രമത്തിലാണിത് തട്ടി തിരിച്ചു പോകുന്നത് അല്ലേ? കണ്ണാടിയിൽ, മിററിൽ. എന്നാൽ സാൻഡ് പേപ്പറിൽ എങ്ങനെയാണ്? സാൻഡ് പേപ്പറിൽ പതിക്കുന്ന പ്രകാശം പല ഭാഗത്തേക്ക് വിസരിക്കുകയാണ് ചെയ്യുന്നത്. സാൻഡ് പേപ്പറിലേക്ക് പതിക്കുന്ന പ്രകാശം സ്കാറ്റേർഡ് അല്ലെങ്കിൽ ഡിഫ്യൂസ് ചെയ്തിട്ടാണ് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ദ ലൈറ്റ് ഫോൾസ് ഓൺ സാൻഡ് പേപ്പർ ഈസ് റിഫ്ലക്റ്റഡ്, സ്കാറ്റേർഡ്, ഡിഫ്യൂസ്ഡ്. സ്കാറ്റർ ചെയ്തിട്ട് അല്ലെങ്കിൽ ഡിഫ്യൂസ് ചെയ്തിട്ടൊക്കെയാണ് പരിപരുത്ത പ്രതലത്തിലൂടെ അല്ലെങ്കിൽ സാൻഡ് പേപ്പറിലൂടെ തട്ടിപ്പോകുന്ന പ്രകാശം സ്കാറ്റർ ചെയ്തിട്ട് അല്ലെങ്കിൽ ഡിഫ്യൂസ് ചെയ്തിട്ടാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. മിററിലാണെങ്കിലോ ലൈറ്റ് ഫോൾസ് ഓൺ ദ മിറർ അണ്ടർഗോ റെഗുലർ റിഫ്ലക്ഷൻ. ഓൾ ലൈറ്റ് റേസ് റിട്ടേൺസ് ടു ദ സെയിം ഡിറക്ഷൻ പാരലലി. ഒരേപോലെയാണ്, ഒരേ സെയിം ഡിറക്ഷനിൽ പാരലലി ആയിട്ടാണ് എന്ത് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. റെഗുലർ റിഫ്ലക്ഷനാണ് അവിടെ നടക്കുന്നത്. മറ്റോടത്താണെങ്കിൽ സ്കാറ്റേർഡ് അല്ലെങ്കിൽ ഡിഫ്യൂസ്ഡ് ആയിട്ടാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കും. എന്തുകൊണ്ടാണെന്ന് ചോദിക്കുക. രണ്ട് ചിത്രങ്ങൾ തന്നിട്ടുള്ളത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇതിലെന്താണ് എന്താണ് മനസ്സിലായി എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അത് നമ്മൾ ഇതിനനുസരിച്ച് എഴുതാം. മനസ്സിലായോ? ലൈറ്റ് ഫോൾസ് ഓൺ ദ മിറർ അണ്ടർഗോ റെഗുലർ റിഫ്ലക്ഷൻ. അവിടെ എന്താണ്? റെഗുലർ റിഫ്ലക്ഷനാണ് നടക്കുന്നത്. എന്നാൽ സാൻഡ് പേപ്പറിലാണെങ്കിൽ എന്താണ്? അവിടെ വിസരിച്ചിട്ടാണ് പോകുന്നത്, ഡിഫ്യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്കാറ്റർ ചെയ്തിട്ടാണ് പതിക്കുന്ന പ്രകാശം പ്രതിപതിച്ച് പോകുന്നത്. ഓക്കെ. നമുക്ക് ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കോമ്പ്, ടോർച്ച്, മിറർ ആൻഡ് എ വൈറ്റ് ഷീറ്റ് ഓഫ് പേപ്പർ ആർ അറേഞ്ച്ഡ് ആസ് ഷോൺ ഇൻ പിക്ചർ. ലൈറ്റ് ദ ടോർച്ച് ആൻഡ് ഒബ്സർവ് ദ പാത്ത് ഓഫ് ഇൻസിഡൻറ്റ് ആൻഡ് ദ റിഫ്ലക്റ്റഡ് ലൈറ്റ്. യു ക്യാൻ ഒബ്സർവ് ദ റെഗുലർ റിഫ്ലക്ഷൻ ഹിയർ. അതായത് മുടി ചീകുന്ന ചീർപ്പ്, ടോർച്ച്, കണ്ണാടി, A4 ഷീറ്റ് എന്നിവ ചിത്രത്തിലേതുപോലെ ക്രമീകരിച്ച് ടോർച്ച് പ്രകാശിപ്പിച്ച് കണ്ണാടിയിലെ പ്രകാശ പ്രതിപതനം ക്രമമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കോമ്പിലൂടെ കണ്ണാടിയിലേക്ക് അടുപ്പിക്കുക ടോർച്ച്. അപ്പം നമുക്ക് എന്താ? റെഗുലർ റിഫ്ലക്ഷനാണ് കിട്ടുക നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
മനസ്സിലായോ? ഇതും റെഗുലർ റിഫ്ലക്ഷനാണ് എന്ന് മനസ്സിലാക്കാനുള്ള എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ അത് നോട്ട് ചെയ്ത് പഠിച്ചേക്കുക കേട്ടോ. ഇനി എന്താണ് റെഗുലർ റിഫ്ലക്ഷൻ, എന്താണ് ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ എന്ന് നമുക്ക് നോക്കാം. റെഗുലർ റിഫ്ലക്ഷൻ എന്തിലായിരുന്നു നമ്മൾ പഠിച്ചത്? മിററിൽ തട്ടിയിട്ട് ഒരേപോലെ സ്മൂത്ത് സർഫസിൽ പോകുന്ന എന്താണ് റിഫ്ലക്ഷനാണ്. ഡിഫ്യൂസ്ഡ് ആണെങ്കിൽ പരിപരിത്ത പ്രതലത്തിൽ തട്ടിയിട്ട് പ്രകാശം പ്രതിപതിക്കുമ്പോൾ അത് സ്കാറ്റർ ചെയ്തിട്ടാണ് എന്താ പറയുക റിഫ്ലക്റ്റ് ചെയ്യുക. സോ അതിനെയാണ് എന്ത് പറയുന്നത്? ഇറഗുലർ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ എന്ന് പറയാം. നമുക്ക് വായിക്കാം. ലൈറ്റ് ഫോളിംഗ് ഓൺ സ്മൂത്ത് സർഫസസ് റിഫ്ലെക്ട്സ് വിത്ത് റെഗുലാരിറ്റി. ദിസ് ഈസ് റെഗുലർ റിഫ്ലക്ഷൻ. മിറേഴ്സ് ഗീവ് എ റെഗുലർ റിഫ്ലക്ഷൻ. അതായത് എന്താണ് റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ മിനുസമുള്ള പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമമായിട്ട് പതിക്കുന്നു അല്ലേ? ഇതാണെന്ത് ക്രമപ്രതിപതനം എന്ന് പറയുന്നത്, അഥവാ റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. പ്രകാശത്തെ ക്രമമായി പ്രതിപതിക്കുന്ന പ്രതലങ്ങളാണ് എന്ത്? ദർപ്പണങ്ങൾ അഥവാ മിററുകൾ എന്ന് പറയുന്നത്. പ്രകാശത്തെ റെഗുലർ റിഫ്ലക്ഷന് സഹായിക്കുന്ന അല്ലെങ്കിൽ ഒരു എക്സാമ്പിളാണ് എന്ത്? മിറേഴ്സ്. ഓക്കെ, അടുത്തതാണ് വെൻ ലൈറ്റ് ഫോൾസ് ഓൺ എ റഫ് സർഫസസ് ഇറ്റ് ഗെറ്റ് സ്കാറ്റേർഡ് ഇൻ ഡിഫറെൻറ്റ് ഡിറക്ഷൻസ്. അതായത് പരിപരുത്ത പ്രതലങ്ങളിലേക്ക് ലൈറ്റ് ഫോൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലൈറ്റ് പതിക്കുമ്പോൾ വെൻ ലൈറ്റ് ഫോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാണ്? ഇറ്റ് ഗെറ്റ് സ്കാറ്റേർഡ് ഇൻ ഡിഫറെൻറ്റ് ഡിറക്ഷൻ. അത് പല ഡിറക്ഷനിലേക്ക് എന്ത് സ്കാറ്റർ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഒരേ സ്ഥലത്തേക്കല്ല, പല സ്ഥലത്തേക്ക് പല ഡിറക്ഷനിലേക്ക് സ്കാറ്റർ ചെയ്ത് പോവാണ്. ഇതിനെയാണ് എന്ത് പറയുന്നത്? റെഗുലർ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ അഥവാ വിസരിത പ്രതിപതനം എന്ന് പറയുന്നത്. നമ്മൾ സാൻഡ് പേപ്പറിൽ ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് പ്രകാശം പ്രതിപതിക്കുമ്പോൾ. വെൻ ലൈറ്റ് റിഫ്ലെക്ട്സ്, ഇഫ് എ റബ്ബർ ബോൾ ഈസ് ത്രോൺ അറ്റ് ഡിഫറെൻറ്റ് ആംഗിൾസ് ടു എ വോൾ ഇറ്റ് ബൗൺസ് ബാക്ക് ഇൻ ഡിഫറെൻറ്റ് ഡിറക്ഷൻസ് അല്ലേ? അതായത് ഒരു ബോള് ചുമരിലെ ഒരേ സ്ഥാനത്തേക്ക് വിവിധ ഇടങ്ങളിൽ നിന്നൊരു റബ്ബർ പന്ത് നമ്മൾ എറിയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചുമരിൽ തട്ടി പല കോണുകളിലേക്കല്ലേ തിരിച്ചു പോകുക. നമ്മളിങ്ങനെ തട്ടണു പല കോണുകളിലേക്കാണ് തട്ടി തിരിച്ചു പോകുന്നത്. ഇതുപോലെ തന്നെ ജസ്റ്റ് ലൈക്ക് ദാറ്റ്, if light falls on a mirror from different angles it get reflected back in different directions. അതായത് കണ്ണാടിയിൽ പല കോണുകളിൽ നിന്ന് പ്രകാശം പതിക്കുകയാണെങ്കിൽ കണ്ണാടിയിൽ തട്ടി പല കോണുകളിലേക്കാണ് പ്രതിപതിക്കുക. മനസ്സിലായോ? അതായത് നമ്മളിങ്ങനെ ചുമരിലേക്ക് ബോൾ എറിയുമ്പോൾ പല ഡിറക്ഷനിൽ നിന്ന് നമ്മൾ വിവിധ ഇടങ്ങളിൽ നിന്ന് പന്തെറിയുമ്പോൾ പല കോണുകളിൽ തട്ടിയിട്ടാണ് തിരിച്ചു വരിക. ഇതുപോലെ തന്നെയാണ് എന്ത്? കണ്ണാടിയിൽ പ്രകാശം പലയിടങ്ങളിൽ നിന്ന് പല കോണുകളിൽ നിന്ന് പ്രകാശം പതിക്കുകയാണെങ്കിൽ കണ്ണാടിയിൽ തട്ടിയിട്ട് പല കോണുകളിലേക്കാണ് ഇത് പ്രതിപതിക്കുക, അത് റിഫ്ലക്റ്റ് ചെയ്യുക. പല കോണുകളിലേക്കാണത് റിഫ്ലക്റ്റ് ചെയ്യുക. മനസ്സിലായോ? ഇപ്പോൾ ഓരോരുത്തരും ഇവിടെ ചിത്രത്തിൽ നോക്കുക, ഓരോരുത്തരും കണ്ണാടിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒന്നാമത്തെ ആൾ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ ആരായിരിക്കും കാണുക? നാലാമത്തെ ആളായിരിക്കും കാണുക. രണ്ടാമത്തെ ആൾ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ ആരെ കാണുക? മൂന്നാമത്തെ ആളാവും കാണുക. മൂന്നാമത്തെ ആൾ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ രണ്ടാമത്തെ ആളെയും, അതുപോലത്തെ നാലാമത്തെ ആൾ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ ആരെയാ കാണുന്നത്? ഒന്നാമത്തെ ആളെയും കാണുക. മനസ്സിലായോ? അതായത് ഇപ്പോൾ അത് മനസ്സിലായിണ്ടാവും. കാരണം നമ്മൾ ഇപ്പോൾ കണ്ണാടി നമ്മുടെ നേരെ മുന്നിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തിരിക്കുകയാണെങ്കിൽ 4 പേരും നിരന്നിരിക്കുക. അപ്പോൾ ഈ ഏറ്റവും അറ്റത്തെ ആൾ അപ്പുറത്തെ അറ്റത്തെ ആളായിരിക്കും കാണുക
സെൻട്രലത്തെ അതിൻ്റെ തൊട്ടിപ്പുറത്തെ ആൾ അതിനോട് ചേർന്ന് അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന ആളെയാവും കാണുന്നത്. മനസ്സിലായി? നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അത്. അതായത് ഓരോരുത്തരും കണ്ണാടിക്ക് ലംബമായി വരയ്ക്കുന്ന ഒരു രേഖയുമായിട്ട് ഒരേ കോണളവിൽ ആരാണോ വരുന്നത് അവരെയായിരിക്കും കണ്ണാടിയിൽ കാണുന്നത്. മനസ്സിലായോ? അതായത് ഓരോരുത്തരും കണ്ണാടിക്ക് ലംബമായി വരയ്ക്കുന്ന ഒരു രേഖയുമായിട്ട് ഒരേ കോണളവിൽ ആരാണോ വരുന്നത് അവരായിരിക്കും കണ്ണാടിയിൽ കാണുക. ഇപ്പോൾ ഒന്നാമത്തെ ആൾ നാലാമത്തെ ആളെയാവും കാണുന്നത്. മനസ്സിലായോ? ഒന്നാമത്തെ ആൾ കണ്ണാടിക്ക് ലംബമായി വരയ്ക്കുന്ന ഒരേ രേഖയുമായിട്ട് ഒരേ കോണളവിൽ ആരാണോ വരുന്നത് അതേ കോണളവിൽ ആരാ വരുന്നത്? ഒന്നാമത്തെ ആൾ ഇപ്പം അങ്ങോട്ട് ലംബമായിട്ട് വരയ്ക്കുന്ന കോണളവിൽ ആരാ കാണുന്നത്? നാലാമത്തെ ആളാണ് ഇരിക്കുന്നത്. ഒരേ കോണളവല്ലേ? രണ്ടാമത്തെ ആളാണെങ്കിലോ മൂന്നാമത്തെ ആൾ. അപ്പോൾ ഒരേ കോണളവിൽ ആരാണോ വരുന്നത് അവരെയായിരിക്കും കാണുന്നത്. മനസ്സിലായോ? നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെൻ്റ് ആണ്. അതിന് ആവശ്യമുള്ള മെറ്റീരിയൽസ് ഈ പീസ് ഓഫ് മിറർ, ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് ബോക്സ്, ഡബിൾ സൈഡഡ് ടേപ്പ്, ലേസർ ടോർച്ച്, ഇൻസെൻസ് സ്റ്റിക്ക്, മാച്ച് ബോക്സ്, സ്പെഷ്യലി മെയ്ഡ് പ്രൊട്ടക്ടർ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെൻറ്റിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്. നമുക്ക് പ്രൊസീജിയർ നോക്കാം, എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഓക്കെ. Fix the piece of mirror to one inner side of the box with a double-sided tape. അതായത് സുതാര്യമായ ഒരു പെട്ടി, അതായത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു പെട്ടിയുടെ ഒരു വശത്ത് ഒരു ചെറിയ കണ്ണാടി കഷ്ണം ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഉറപ്പിക്കുക. ഓക്കെ. ഒരു സൈഡിൽ ഒരു പെട്ടിയുടെ, അതായത് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു പെട്ടിയുടെ ഒരു വശത്ത് ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ചിട്ട് ഒരു മിററിൻ്റെ ഒരു പീസ് ഒട്ടിക്കുക. ഓക്കെ. ഫിൽ ദ പ്ലാസ്റ്റിക് ബോക്സ് വിത്ത് എ സ്മോക്ക് ഫ്രം ബേണിംഗ് ഇൻസെൻസ് സ്റ്റിക്ക് ആൻഡ് ക്ലോസ് ഇറ്റ് ടൈറ്റ്ലി. അതായത് ചന്ദനത്തിരി ഉപയോഗിച്ചിട്ട് പെട്ടിയിൽ പുക നിറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ചന്ദനത്തിരി ഉപയോഗിച്ച് പെട്ടിയിൽ പുക നിറയ്ക്കുക. ഓക്കെ. Make a perpendicular line from the lower midpoint of the mirror so that the 90-degree line of protractor falls on it. അതായത് ഈ പ്രൊട്രാക്ടറിൽ 90 ഡിഗ്രി കോണിൽ കണ്ണാടിയിലേക്ക് ഒരു ലംബരേഖ വരയ്ക്കുക. പ്രൊട്രാക്ടറിൽ 90 ഡിഗ്രി കോണിൽ കണ്ണാടിയിലേക്ക് ഒരു ലംബരേഖ വരയ്ക്കുക, ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. ഓക്കെ. ദെൻ ലൈറ്റ് the torch by keeping it in different angled lines of protractor such that the laser beam falls on the midpoint you marked. അതായത് പ്രൊട്രാക്ടറിൻ്റെ വിവിധ കോണിലൂടെ ലേസർ ടോർച്ച് ലംബരേഖ ദർപ്പണത്തിൽ സ്പർശിക്കുന്ന ബിന്ദുവിലേക്ക് പ്രകാശിപ്പിക്കുക. പ്രകാശരശ്മി തിരിച്ചു വരുന്നത് നിരീക്ഷിക്കുക. ഓക്കെ. അതുപോലെ തന്നെ ടോർച്ചിൽ നിന്ന് വരുന്ന പ്രകാശരശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോൺ അളക്കുക. പ്രകാശരശ്മി പതിക്കുന്നത്, ടോർച്ചിൽ നിന്ന് വരുന്ന പ്രകാശരശ്മിയും ലംബത്തിനും ഇടയിലുള്ള കോണ് അളക്കുക. അതുപോലെ തന്നെ തിരിച്ചു വരുന്ന പ്രകാശരശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണും അളന്ന് പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. In each instance, record the angle of ray falling on the mirror and the angle of ray reflected and tabulate them. അതായത് ചിത്രത്തിൽ കാണുന്ന പോലെ പ്ലാസ്റ്റിക് പെട്ടിയിൽ പ്രൊട്രാക്ടർ താഴെയായിട്ട് ക്രമീകരിക്കുക. എന്നിട്ട് ഈ പ്രൊട്രാക്ടറിൽ 90 ഡിഗ്രി കോണിലെ കണ്ണാടിയിലേക്ക് ഒരു ലംബരേഖ വരയ്ക്കുക, ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. എന്നിട്ട് പ്രൊട്രാക്ടറിൻ്റെ വിവിധ കോണിലൂടെ ലേസർ ടോർച്ച് ലംബരേഖ ദർപ്പണത്തിൽ സ്പർശിക്കുന്ന ബിന്ദുവിലേക്ക് പ്രകാശിപ്പിക്കുക. പ്രകാശരശ്മി തിരിച്ചു വരുന്നത് നിരീക്ഷിക്കുക. അതുപോലെ തന്നെ ടോർച്ചിൽ വരുന്ന പ്രകാശരശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണും അതുപോലെ തന്നെ തിരിച്ചു വരുന്ന പ്രകാശരശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണും അളന്ന് പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് എക്സ്പെരിമെൻ്റ്. ഓക്കെ.
അപ്പോൾ നമ്മൾ രണ്ട്, അതായത് ലൈറ്റ് റേ പതിക്കുന്ന ആ രശ്മി പതിക്കുന്നതും നോർമലും തമ്മിലുള്ള ആ കോണും, അതുപോലെ തന്നെ ആംഗിൾ ബിറ്റ്വീൻ ദ റിഫ്ലക്റ്റഡ് ലൈറ്റ് ആൻഡ് ദ നോർമൽ, റിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ള ലൈറ്റ് റേയും നോർമലും തമ്മിലുള്ള കോണും നിരീക്ഷിച്ച് പട്ടികപ്പെടുത്തിയിട്ടുള്ളതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ടിൻ്റെയും ആംഗിളുകൾ നോക്കി. അതായത് ഇപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈറ്റ് റേ ഫ്രം ദ ടോർച്ചിൽ നിന്ന് വരുന്നതും നോർമലും തമ്മിലുള്ള ഒരു ആംഗിൾ എന്ന് പറയുന്നത് 40 ഡിഗ്രിയാണെന്ന് വെച്ചോളൂ. എന്നാൽ ആംഗിൾ ബിറ്റ്വീൻ ദ റിഫ്ലക്റ്റഡ് റേ ആൻഡ് നോർമൽ എന്തായിരിക്കും? 40 ഡിഗ്രി തന്നെയാണ്. 55 ആണെങ്കിൽ 55ആണ്, 70 ആണെങ്കിൽ 70, 75 ആണെങ്കിൽ 70. സോ രണ്ട് ആംഗിളുകളും എന്താണ് ഇവിടെ? ഈക്വൽ ആണ് അല്ലേ? ആംഗിൾ ബിറ്റ്വീൻ ദ ലൈറ്റ് റേ ഫ്രം ദ ടോർച്ച് ആൻഡ് ദ നോർമൽ ഈസ് ഈക്വൽ ടു ആംഗിൾ ബിറ്റ്വീൻ ദ റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? എന്താണ് ഇതിൽ നിന്ന് ഇൻഫറൻസ് അല്ലെങ്കിൽ കൺക്ലൂഷൻ എന്താണ്? റിഫ്ലക്റ്റഡ് റേ മേക്ക് ആൻ ആംഗിൾ വിത്ത് ദ പെർപെൻഡിക്കുലർ വിച്ച് ഈസ് ഈക്വൽ ടു the angle made by the falling ray with the same perpendicular drawn. Angle between the perpendicular and incident ray is equal to angle between the normal and reflected ray. അതാണ് നമുക്കിതിൽ നിന്നും കിട്ടുന്ന കൺക്ലൂഷൻ. അതായത് പെർപെൻഡിക്കുലർ ലൈനും ഇൻസിഡൻറ്റ് റേയും തമ്മിലുള്ള ആംഗിളും എന്തിനോട് ഈക്വലാണ്? ആംഗിൾ ബിറ്റ്വീൻ ദ നോർമൽ ആൻഡ് ദ റിഫ്ലക്റ്റഡ് റേ. അതായത് പതിപതിച്ച് പോകുന്ന രശ്മിയും നോർമലും തമ്മിലുള്ള ആംഗിളിനോട് ഈക്വലാണ് എന്ത്? പതിക്കുന്ന രശ്മിയും നോർമലും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് ലേസർ ടോർച്ചിൽ നിന്ന് നമ്മളൊരു ആംഗിളിൽ ഒരു രശ്മി പതിപ്പിക്കുകയാണ്. അതും ഒരു ലംബം നമ്മൾ വരച്ചില്ലേ, ആ പെർപെൻഡിക്കുലർ ലൈനും തമ്മിലുള്ള ആംഗിൾ എന്തിനോട് ഈക്വൽ ആണെന്ന് പറയണേ? അത് പതിച്ച് പോകുന്നുണ്ട്, അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ആ റിഫ്ലക്റ്റഡ് റേയും നോർമലും തമ്മിലുള്ള ആംഗിളിനോട് ഈക്വൽ ആണ് എന്നാണ് നമുക്ക് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലൊരു ചിത്രമാണ് ഒരു പ്ലെയിൻ മിററിൽ ഇൻസിഡൻറ്റ് റേയും അതിനോടൊരു ലംബരേഖ വരയ്ക്കുക, അതുപോലെ തന്നെ റിഫ്ലക്റ്റഡ് റേയും നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആണ്. ഇൻസിഡൻറ്റ് പതിക്കുന്ന രശ്മിയും പതിച്ച് പോകുന്ന രശ്മിയും നമ്മൾ ആ നോർമലിൽ വരുന്ന കോണുകൾ, ആംഗിളുകൾ ഈക്വലാണ് എന്നാണ് പറയുന്നത്. ഇൻസിഡൻറ്റ് റേ പതിക്കുന്ന ആ കോൺ ഏതാണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. റിഫ്ലക്റ്റഡ് റേ പതിച്ച് പോകുന്ന കോൺ ഏതാണ്? ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അതെന്താണ്? ഈക്വലാണ് എന്നാണ് പറയുന്നത്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇനി നമുക്ക് എന്താണ് ഇൻസിഡൻറ്റ് റേ, എന്താണ് പോയിൻ്റ് ഓഫ് ഇൻസിഡൻസ്, നോർമൽ, റിഫ്ലക്റ്റഡ് റേ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, അതുപോലെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, ഇതൊക്കെ എന്താണെന്ന് നോക്കാം. നമ്മൾ ഈ ചിത്രത്തിലൊന്ന് നോക്കിയാൽ മതി. ഈ ചിത്രത്തിൽ നോക്കിയിട്ട് നമുക്ക് എല്ലാം മനസ്സിലാവും. ഓക്കെ, ഇൻസിഡൻറ്റ് റേ എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻസിഡൻറ്റ് റേ? അതായത് പതിക്കുന്ന രശ്മിയാണ് ഇൻസിഡൻറ്റ് റേ എന്ന് പറയുന്നത്. ദ റേ ഓഫ് ലൈറ്റ് ഫോളിങ് ഓൺ ദ മിററിലേക്ക് പതിക്കുന്ന രശ്മിയാണ് എന്ത്? ഇൻസിഡൻറ്റ് റേ എന്ന് പറയുന്നത്. ഹിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്ട്രൈക്ക് ചെയ്യുന്ന ആ രശ്മിയെ പറയുന്നതാണ് എന്ത്? ഇൻസിഡൻറ്റ് റേ അഥവാ പതനരശ്മി എന്ന് പറയുന്നത്. അതായത് ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മിയാണ് എന്ത്? ഇൻസിഡൻറ്റ് റേ, ദ റേ ഓഫ് ലൈറ്റ് ഫോളിങ് ഓൺ ദ മിറർ. നെക്സ്റ്റ് എന്താ പറയുന്നത്? പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതന ബിന്ദു. എന്താണ് പതന ബിന്ദു എന്ന് പറഞ്ഞാൽ? പതനരശ്മി ദർപ്പണത്തിൽ പതിക്കുന്ന ബിന്ദുവാണ് പതന ബിന്ദു. ദ പോയിന്റ് അറ്റ് വിച്ച് ദ ഇൻസിഡൻറ്റ് റേ ഫോൾസ് ഓൺ ദ മിറർ. അതായത് മിററിൽ പതിക്കുന്ന ആ പോയിന്റിലെ ആ പതിക്കുന്ന ബിന്ദു, അതായത് പതിക്കുന്ന പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. അതായത് പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ദ പോയിന്റ് at which the incident ray falls on the mirror. Incident ray falls on the mirror. മിററിലേക്ക് പതിക്കുന്ന ആ ബിന്ദുവാണ് എന്ത്? ഇൻസിഡൻറ്റ് റേ പതിക്കുന്ന ആ ബിന്ദുവാണ് എന്ത്? പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കണം. അപ്പോൾ രണ്ടെണ്ണം നമ്മൾ പഠിച്ചത് ഇൻസിഡൻറ്റ് റേ എന്താണെന്ന് മനസ്സിലാക്കി, അതുപോലെ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് നമ്മൾ മനസ്സിലാക്കി. നെക്സ്റ്റ് എന്താണ്? ലംബം അഥവാ നോർമൽ എന്ന് പറയുന്നത്. നോർമൽ എന്താണ്? ലംബം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പെർപെൻഡിക്കുലർ ലൈൻ ഡ്രോൺ ടു ദ മിറർ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. അതായത് പതനബിന്ദുവിൽ ദർപ്പണത്തിന് ലംബമായി വരയ്ക്കുന്ന രേഖയാണ് എന്ത്? ലംബം അഥവാ എന്ത്? നോർമൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? പതനബിന്ദുവിൽ, അതായത് പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ ദർപ്പണത്തിന് ലംബമായി വരയ്ക്കുന്നത്, അതായത് മിററിന് പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കുന്ന
രേഖയാണ് എന്ത് ലംബം അഥവാ നോർമൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? റിഫ്ലക്റ്റഡ് റേ. റിഫ്ലക്റ്റഡ് റേ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിപതന രശ്മി, പ്രതിപതിച്ച് പോകുന്ന രശ്മി. അതായത് ദ ലൈറ്റ് റേ റിഫ്ലക്റ്റിംഗ് ഫ്രം ദ മിറർ, മിററിൽ നിന്ന് തിരിച്ചു പോകുന്ന, പതനബിന്ദുവിൽ തട്ടിയിട്ട് തിരിച്ചു വരുന്ന പ്രകാശരശ്മി, പതനബിന്ദുവിൽ തട്ടി തിരിച്ചു വരുന്ന പ്രകാശരശ്മിയാണ് പ്രതിപതന രശ്മി അഥവാ എന്താ? റിഫ്ലക്റ്റഡ് റേ. ദ ലൈറ്റ് റേ റിഫ്ലക്റ്റിംഗ് ഫ്രം ദ മിറർ, മിററിൽ നിന്ന് തട്ടി റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റ് റേ ആണ് എന്ത്? റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓരോന്നും നമ്മൾ പഠിക്കാം. നെക്സ്റ്റ് എന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗിൾ ബിറ്റ്വീൻ ദ ഇൻസിഡൻറ്റ് റേ ആൻഡ് ദ നോർമൽ. അതായത് പതനരശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണാണ് പതന കോൺ അഥവാ ഇൻസിഡൻറ്റ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഈ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്താണ്? ആംഗിൾ ബിറ്റ്വീൻ ദ റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ. അതായത് പ്രതിപതനരശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണാണ് എന്ത്? പ്രതിപതന കോൺ അഥവാ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റുകൾ മനസ്സിലാക്കി വെക്കുക. ഇത് വളരെ എളുപ്പമാണ്. ഈ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നതാണ് കേട്ടോ. ഇൻസിഡൻറ്റ് റേ എന്താണ് പോയിന്റ് ഓഫ് ഇൻസിഡൻസ്, അതുപോലെ റിഫ്ലക്റ്റഡ് റേ എന്താണ്, അതുപോലെ തന്നെ നോർമൽ എന്താണ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്താണ്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്താണ്, എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് നോട്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോസ് ഓഫ് റിഫ്ലക്ഷനാണ്. ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിപതന നിയമങ്ങൾ. ഈ പ്രകാശരശ്മി പ്രതിപതിച്ച് പോകുന്ന അതിന് നിയമങ്ങളുണ്ട്. ഓക്കെ, എന്താണ് ആ നിയമങ്ങളെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ എന്താണ് പറയുന്നത്? ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആർ ഈക്വൽ. നമ്മളത് എക്സ്പെരിമെൻറ്റിലൂടെ കണ്ടു ഇല്ലേ? എന്താണ്? പതനകോണും പ്രതിപതനകോണും തുല്യമായിരിക്കും അല്ലേ? ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആർ ഈക്വൽ. നെക്സ്റ്റ് എന്താണ്? ദ ഇൻസിഡൻറ്റ് റേ, the reflected ray and normal at the point of incidence are on the same plane അല്ലേ? പതനരശ്മിയും പ്രതിപതനരശ്മിയും പതനബിന്ദുവിലേക്കുള്ള ലംബവും ഒരേ തലത്തിലായിരിക്കും, ഒരേ പ്ലെയിനിലായിരിക്കും, സെയിം പ്ലെയിനിലായിരിക്കും അല്ലേ? നമ്മൾ ആ ചിത്രം നോക്കിക്കേ അല്ലേ? പതനരശ്മിയും പ്രതിപതനരശ്മിയും പതനബിന്ദുവിലേക്കുള്ള ആ ലംബവും നോർമലും ഒരേ തലത്തിലായിരിക്കും, ഒരേ പ്ലെയിനിലായിരിക്കും. ഓക്കെ, അപ്പോൾ രണ്ട് നിയമങ്ങളാണുള്ളത്. ഏത്? പതനകോണും പ്രതിപതനകോണും തുല്യമായിരിക്കും, അതുപോലെ പതനരശ്മിയും പ്രതിപതനരശ്മിയും പതനബിന്ദുവിലേക്കുള്ള നോർമലും അഥവാ ലംബവും ഒരേ തലത്തിലായിരിക്കും. ഓക്കെ, ഇതാണ് പ്രതിപതന നിയമങ്ങൾ അഥവാ ലോസ് ഓഫ് റിഫ്ലക്ഷൻ. ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആർ ഈക്വൽ. ദ ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് ആൻഡ് ദ നോർമൽ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ആർ ഓൺ ദ സെയിം പ്ലെയിൻ. ഓക്കെ, അപ്പോൾ ഇതും നമ്മൾ നോട്ട് ചെയ്ത് പഠിച്ചേക്കുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകാശവും കാഴ്ചയും, അതായത് ലൈറ്റ് ആൻഡ് സൈറ്റ് എന്നുള്ള ഭാഗമാണ്. ഓക്കെ, വിഷൻ അല്ലെങ്കിൽ സൈറ്റ് അല്ലെങ്കിൽ എന്താ പറയുക കാഴ്ച എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് വിഷൻ അല്ലെങ്കിൽ സൈറ്റ് അല്ലെങ്കിൽ കാഴ്ച? മലയാളത്തിൽ കാഴ്ച എന്ന് പറയും. എന്താണ് കാഴ്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? അതായത് ഞാൻ മലയാളത്തിലെന്ന് പറയാം. വസ്തുക്കളിൽ നിന്ന് നേരിട്ട് വരുന്നതോ വസ്തുവിൽ തട്ടി പ്രതിപതിച്ചു വരുന്നതോ ആയ പ്രകാശരശ്മി കണ്ണിലെ ലെൻസിലൂടെ കടന്ന് നേത്രഗോളത്തിനകത്തെ റെറ്റിനയിൽ പതിക്കുമ്പോഴുണ്ടാകുന്ന പ്രത്യേക അനുഭവമാണ് കാഴ്ച എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഏതെങ്കിലും വസ്തുക്കളിൽ നിന്ന് നേരിട്ട് വരുന്നതായിട്ടുള്ളത് അല്ലെങ്കിൽ വസ്തുവിൽ തട്ടി പ്രതിപതിച്ച് വരുന്നതായിട്ടുള്ള പ്രകാശരശ്മി നമ്മുടെ കണ്ണിനുള്ളിൽ എന്തുണ്ട്? റെറ്റിന എന്ന് പറയുന്നിട്ടുള്ളൊരു ഭാഗമുണ്ട്. അപ്പോൾ കണ്ണിലെ ലെൻസിലൂടെ കടന്നിട്ട് നേത്രഗോളത്തിനകത്ത് റെറ്റിനയിൽ പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക അനുഭവമാണ് എന്ത്? കാഴ്ച. അതിലൂടെ സാധ്യമാകുന്ന ഒരു ഇതാണ് എന്ത്? കാഴ്ച എന്ന് പറയുന്നത്. നമുക്ക് അത് ഇല്ലെങ്കിൽ എന്താണ്? കാഴ്ച നമുക്ക് സാധ്യമാകില്ല. മനസ്സിലായോ? അപ്പോൾ വിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് എ സ്പെഷ്യൽ ഫീലിംഗ് when a light coming from an object or reflected from an object enter into the eyes through the eye lens and incident on the retina inside our eyeball.
മനസ്സിലായോ? ഓക്കെ. Vision is a special feeling when a light coming from an object or reflected from the object enter into the eyes through the eye lens and incident on the retina inside our eyeball. ഓക്കെ, ഇതൊരു പ്രത്യേക ഒരു അനുഭവമാണ്. അതായത് ഒരു നേരിട്ട് വസ്തുക്കളിൽ നേരിട്ട് വരുന്നു അല്ലെങ്കിൽ പ്രതിപതിച്ച് വരുന്നതായ പ്രകാശരശ്മി നമ്മുടെ കണ്ണിനുള്ളിലേക്ക് പതിക്കുന്നു. കണ്ണിനുള്ളിൽ നേരിട്ട് പതിക്കുകയാണോ? കണ്ണിനുള്ളിലൂടെ ലെൻസിലൂടെ കടന്നിട്ട് നേരത്തെ ഗോളത്തിന് ഐബോളിനകത്തുള്ള റെറ്റിനയിൽ പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവമാണ് എന്ത് പറയുന്നത്? കാഴ്ച എന്ന് പറയുന്നത്. ഇപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, കാഴ്ച അല്ലെങ്കിൽ സൈറ്റ് അല്ലെങ്കിൽ വിഷൻ എന്താണെന്നുള്ളത്. ഓക്കെ, നാം വസ്തുക്കളെ എങ്ങനെയാണ് കാണുന്നത്? വസ്തുക്കളെ കാണാൻ, അതായത് ഏതെങ്കിലും ഒരു പ്രകാശ സ്രോതസ്സിൽ നിന്ന് വരുന്ന പ്രകാശം വസ്തുക്കളിൽ തട്ടി പ്രതിപതിച്ച് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് നമ്മൾ ആ വസ്തുവിനെ കാണുന്നത്. എന്നാൽ പ്രകാശ സ്രോതസ്സുകളെ നമ്മൾ കാണുന്നത് അവയിൽ നിന്നുള്ള പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് നേരിട്ടെത്തുമ്പോഴാണ്. അല്ലേ? കറക്റ്റ് അല്ലേ? We can see that object when light coming from any source of light falls on the object gets reflected and reaches our eyes. First one. Next എന്താണ്? But we see a source of light when the light from it reaches our eyes directly. കണ്ണിലേക്ക് നേരിട്ട് പതിക്കുമ്പോഴാണ് എന്ത്? പ്രകാശരശ്മി സോഴ്സ് ഓഫ് ലൈറ്റ് നമ്മൾ കാണുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ അതായത് ഒരു ഫ്ലോ ചാർട്ട് നമുക്ക് നോക്കി നോക്കാം. ഒരു ഫ്ലോ ചാർട്ട് നമുക്ക് നോക്കിയാൽ, അതായത് ഇപ്പോൾ ഒരു സോഴ്സ് ഓഫ് ഇതിൽ ഒരു ചിത്രം കണ്ടില്ലേ? ഇതിൻ്റെ തന്നെ ഒരു റൈറ്റ് സൈഡിലൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ഒരു കണ്ണിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്, സോഴ്സ് ഓഫ് ലൈറ്റ് ഒബ്ജക്റ്റ്. അതായത് ഒബ്ജക്റ്റിൽ നിന്ന് നേരിട്ട് കണ്ണിലേക്ക് ഒരു പ്രകാശം തട്ടിയിട്ട് ഒബ്ജക്റ്റിൽ നിന്നുള്ള നമുക്ക് പ്രതിപതിച്ചുണ്ടാവുന്നത് നമുക്ക് കണ്ണിൽ കാണും. പിന്നെ സോഴ്സ് ഓഫ് ലൈറ്റ് നേരിട്ട് നമുക്ക് കണ്ണിലേക്ക് അതിൻ്റെ പ്രകാശം തട്ടുമ്പോൾ നമുക്ക് കാണുന്നു. ഇതുപോലെ രണ്ട് തരത്തിലാണ് നമുക്ക് ഒരു വസ്തുക്കളെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഇത് ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇനി ഒരു ഫ്ലോ ചാർട്ട് പോലെ നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, അതായത് ഒരു സോഴ്സ് ഓഫ് ലൈറ്റിൽ നിന്ന് ഒബ്ജക്റ്റിലേക്ക് തട്ടി ആ വസ്തുവിൽ പ്രതിപതിച്ചിട്ട് കണ്ണിലേക്ക് എത്തുമ്പോഴാണ് എന്ത് നമുക്ക് ആ വസ്തുവിനെ കാണുന്നതെന്ന് പറയുന്നത്, ആ ഒബ്ജക്റ്റിനെ കാണുന്നത്. അപ്പോൾ ബൾബിൽ നിന്ന് ലൈറ്റ് ബുക്കിലേക്ക് എത്തുന്നു. ബുക്കിൽ നിന്ന് ആ ലൈറ്റ് എന്ത് എവിടെ നിന്ന് പ്രതിപതിച്ചിട്ട് നമ്മുടെ എവിടേക്ക് എത്തുന്നു? നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നു. സോ നമുക്ക് ആ ഇതെന്ത് കാണുന്നു? നമുക്ക് ആ ഒബ്ജക്റ്റ് കാണാൻ സാധിക്കുന്നു. ഇതാണ് അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ഇതൊന്ന് എഴുതിയെടുത്ത് പഠിക്കുക കേട്ടോ, ഇത് എളുപ്പമാണ് കേട്ടോ. എങ്ങനെയാണ് ഒരു വസ്തുവിനെ കാണാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ വിഷൻ സാധ്യമാകുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്കിതുപോലെ ചിത്രം വരച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ചിത്രമൊക്കെ വരയ്ക്കുമ്പോൾ അതിന് പ്രത്യേക മാർക്കുണ്ട്. അപ്പോൾ അതൊക്കെ വരച്ചിട്ട് നമുക്ക് എഴുതി അത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. മാർക്കൊന്നും തെറ്റിക്കരുത്, അതുപോലെ വൃത്തിയായിട്ട് വരച്ചിട്ട് ചെയ്യാം. ഓക്കെ, ബൾബിൽ നിന്നുള്ള പ്രകാശം ഒബ്ജക്റ്റിൽ തട്ടിയിട്ട് നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നു. ഓക്കെ, ഇവിടെ ബുക്കൊന്ന് എഴുതിയിട്ടുണ്ട് ഒബ്ജക്റ്റ്. അപ്പോൾ അങ്ങനെ ഒരു ഫ്ലോ ചാർട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് ഫില്ല് ചെയ്യുക, ഇത് പഠിക്കുക കേട്ടോ. ഇപ്പം നമ്മൾ ഒരു വസ്തുവിനെ കാണുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ആ വസ്തുവിലേക്ക് പ്രകാശം തട്ടി പ്രതിപതിച്ചിട്ട് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് നമ്മൾ ആ വസ്തുവിനെ കാണുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരാളുടെ മുഖത്ത് തട്ടി പ്രതിപതിക്കുന്ന പ്രകാശം അയാളുടെ തന്നെ കണ്ണിൽ നേരിട്ട് എത്തിച്ചേരുന്നില്ല. ഇപ്പോൾ എൻ്റെ മുഖത്തേക്ക് ഒരു പ്രകാശം തട്ടിയിട്ട് പ്രതിപതിക്കുന്ന പ്രകാശം എൻ്റെ കണ്ണിലേക്ക് തന്നെ എത്തിച്ചേരുന്നുണ്ടോ? ഇല്ല. എൻ്റെ കണ്ണിലേക്ക് തന്നെ എത്തിച്ചേരുകയാണെങ്കിൽ എനിക്ക് കാണാൻ പറ്റും അല്ലേ? അപ്പോൾ എൻ്റെ കണ്ണിലേക്ക് തന്നെ നേരിട്ട് എത്തിച്ചേരുന്നില്ല. അതിനൊരാൾക്ക് ഒരാളുടെ സ്വന്തം മുഖം കാണാൻ സാധിക്കില്ല. സ്വന്തം മുഖം ഉൾപ്പെടെയുള്ള പ്രതിബിംബങ്ങൾ കാണാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ എന്തിനു മുന്നിൽ നിൽക്കുമ്പോഴാണ് കാണുന്നത്? അതെ, ദർപ്പണം അഥവാ കണ്ണാടി, മിററിൻ്റെ മുന്നിൽ നിൽക്കുമ്പോഴാണ് നമുക്കത് കാണുന്നത് അല്ലേ? സ്വന്തം മുഖം ഉൾപ്പെടെയുള്ള പ്രതിബിംബം ഒരാൾക്ക് കാണാൻ സഹായിക്കുന്ന ഉപകരണമാണെന്ത്? ദർപ്പണം അഥവാ കണ്ണാടി എന്ന് പറയുന്നത്. ഓക്കെ, ലൈറ്റ് റിഫ്ലക്റ്റഡ് ഫ്രം അവർ ഫേസ് ഡസൻറ്റ് റീച്ച് അവർ ഐസ് ഡയറക്റ്റ്ലി. സോ വൺ പേഴ്സൺ കനോട്ട് സീ ഹിസ് ഓൺ ഫേസ് ഡയറക്റ്റ്ലി അല്ലേ? അതായത് ഒരാളുടെ മുഖത്ത് തട്ടിയിട്ട് വരുന്ന പ്രതിപതിക്കുന്ന പ്രകാശം അയാളുടെ കണ്ണിൽ തന്നെ നേരിട്ട് എത്തിച്ചേരുന്നില്ല. അതിനാൽ അയാൾക്ക് അയാളുടെ സ്വന്തം മുഖം നേരിട്ട് കാണാൻ സാധിക്കില്ല. എ മിറർ ഹെൽപ്പ് എ പേഴ്സൺ ടു സീ ഹിംസെൽഫ് ഓർ ഹെർസെൽഫ്. മിറർ എന്നൊരു ഉപകരണം അല്ലെങ്കിൽ മിറർ എന്ന് പറയുന്ന ഒരു
ഉപകരണം എന്ന് പറയും. അത് എന്താണ്? അതാണ് നമ്മുടെ സ്വന്തം മുഖം ഉൾപ്പെടെയുള്ള പ്രതിബിംബം ഒരാൾക്ക് കാണാൻ സാധ്യമാക്കുന്നത് അല്ലേ? Picturization of a man looking into a mirror and the path of light in the process given. ഓക്കെ, ഇവിടെ സൂര്യപ്രകാശത്തിൽ ഒരാൾ കണ്ണാടി നോക്കുന്നതിൻ്റെ ചിത്രീകരണവും അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കത് നോക്കാം. ഇപ്പോൾ ഈ ചിത്രം നോക്കിക്കേ. അയാളുടെ മുഖത്തേക്ക് സൂര്യനിൽ നിന്നുള്ള പ്രകാശം തട്ടിയിട്ട് എവിടേക്കാണ് പ്രതിപതിക്കുന്നത്? കണ്ണാടിയിലേക്ക് പ്രതിപതിച്ചിട്ട് കണ്ണാടിയിൽ നിന്ന് നമുക്ക് ആ മുഖത്തെ കാണുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, സണ്ണിൽ നിന്ന് ലൈറ്റ് ഫേസിലേക്ക് എത്തുന്നു, ഫേസിൽ നിന്ന് റിഫ്ലക്റ്റഡ് ലൈറ്റ് മിററിലേക്ക് എത്തുന്നു, മിററിൽ നിന്ന് വീണ്ടും റിഫ്ലക്റ്റ് ചെയ്തിട്ട് എവിടേക്ക് എത്തുന്നു? നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നു. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ മുഖം കണ്ണാടിയിലൂടെ കാണുന്നത്. ഓക്കെ, നമുക്ക് മനസ്സിലാവും. ഓക്കെ, സൂര്യനിൽ നിന്നുള്ള പ്രകാശം നമ്മുടെ മുഖത്ത് തട്ടി, മുഖത്ത് നിന്ന് റിഫ്ലക്റ്റഡ് റേ ഇങ്ങോട്ട് തട്ടുകയാണ്, മിററിലേക്ക് തട്ടുന്നു, മിററിൽ നിന്ന് വീണ്ടും റിഫ്ലക്റ്റ് ചെയ്തിട്ട് നമ്മുടെ കണ്ണിലേക്ക് എത്തുകയാണ്. അങ്ങനെയാണ് നമ്മൾ എന്ത് കാണുന്നത്? നമ്മുടെ മുഖം കണ്ണാടിയിലൂടെ കാണുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞു കണ്ണാടിയിലൂടെ നമുക്ക് നമ്മുടെ മുഖം കാണാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു. ഇതുപോലെ അതർ സർഫസസ് ഏതൊക്കെയാണ്? നമ്മുടെ ഫേസ് കാണാൻ പറ്റുന്ന അതർ സർഫസസ് ഏതൊക്കെയാണ്? ന്യൂ സ്റ്റീൽ പ്ലേറ്റ്, പുതിയ സ്റ്റീൽ പാത്രത്തിൽ നമ്മളെ മുഖം നന്നായിട്ട് കാണാം അല്ലേ? സർഫസ് ഓഫ് സ്റ്റഡി വാട്ടർ, അതായത് അല്ലെങ്കിൽ ഇളകാണ്ട് നിൽക്കുന്ന സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന വാട്ടറിൽ സർഫസിൽ നമ്മുടെ മുഖം കാണാം. ഫൈനലി സ്മൂത്ത് ആയിട്ടുള്ള ടൈൽസിൽ നമ്മുടെ മുഖം കാണാം. പ്ലെയിൻ ആയിട്ടുള്ള അലുമിനിയം ഫോയിലിൽ നമ്മുടെ മുഖം കാണാം. എ മിറർ വിത്ത് എ ഫ്ലാറ്റ് സർഫസ് ഈസ് എ പ്ലെയിൻ മിറർ. മിറർ വിത്ത് ഫ്ലാറ്റ് സർഫസ് ഈസ് എ പ്ലെയിൻ മിറർ. പ്ലെയിൻ മിറർ അഥവാ ഒരു സമതല ദർപ്പണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപരിതലം നിരപ്പായ ഒരു ദർപ്പണമാണ് എന്ത്? സമതല ദർപ്പണം അഥവാ പ്ലെയിൻ മിറർ എന്ന് പറയുന്നത്. എ മിറർ വിത്ത് ഫ്ലാറ്റ് സർഫസ് ഈസ് എ പ്ലെയിൻ മിറർ. യൂഷ്വലി മിറേഴ്സ് ആർ യൂസ്ഡ് ഫോർ സീയിങ് അവർ ഇമേജ് ആർ പ്ലെയിൻ മിറേഴ്സ്. അതായത് യൂഷ്വലി നമ്മുടെ തന്നെ മുഖം കാണാൻ ഉപയോഗിക്കുന്ന നമ്മുടെ തന്നെ വസ്തുവിൻ്റെ പ്രതിബിംബം അതേപടി കാണാൻ കഴിയുന്ന ഒരു ഉപകരണമാണ് അല്ലെങ്കിൽ ഒരു ദർപ്പണമാണ് എന്ത്? സമതല ദർപ്പണം എന്ന് പറയുന്നത്. ഓക്കെ, they can form images such as the object. അതായത് നമുക്ക് കാണുന്ന ഇമേജ് ആ ഒബ്ജക്റ്റിൻ്റെ തന്നെ ഇമേജ് ആയിരിക്കും. എ പ്ലെയിൻ മിറർ അവൈലബിൾ ഇൻ ഡിഫറെൻറ്റ് ഷേപ്പ്. അതായത് പ്ലെയിൻ മിറേഴ്സ് പലതരം ഷേപ്പിൽ അവൈലബിൾ ആണ് എന്നാണ് പറയുന്നത്. മുഖം നോക്കാൻ ഉപയോഗിക്കുന്ന കണ്ണാടികളെല്ലാം എന്താണ്? സമതല ദർപ്പണങ്ങളാണ്. പല ആകൃതിയിലും ഇത്തരം മിറേഴ്സ് ലഭ്യമാണ്. അതിൻ്റെ ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടോ? പലതരം ഷേപ്പിലും അതുപോലെ സമതല ദർപ്പണങ്ങൾ ലഭ്യമാണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സമതല ദർപ്പണം അഥവാ പ്ലെയിൻ മിറർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ മിറർ വിത്ത് ഫ്ലാറ്റ് സർഫസ് ഈസ് എ പ്ലെയിൻ മിറർ. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ കണ്ണാടിയുടെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് റേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മിററിൽ കൂടെ ഏതാ കാണുന്നത്? റൈറ്റ് ഹാൻഡ് റേസ് ചെയ്ത പോലെയാണ് കാണുന്നത് അല്ലേ? ഇഫ് യുവർ ഐ ഈസ് ക്ലോസ്, ദ ലെഫ്റ്റ് ഐ ഓഫ് ദ ഇമേജ് സീംസ് ടു ബി ക്ലോസ്. അതായത് നമ്മൾ റൈറ്റ് ഐ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ഐ ക്ലോസ് ചെയ്ത പോലെയാണ് നമുക്ക് തോന്നുന്നത് അല്ലേ? ഇഫ് എ പേപ്പർ റിട്ടൺ ഇൻ എ ലെറ്റർ ബി ഈസ് ഷോൺ, ദ മിറർ ഷോസ് ഡി. ഇഫ് പി ഈസ് ഷോൺ, മിറർ ഷോസ് ക്യൂ. ദിസ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് ലാറ്ററൽ ഇൻവേർഷൻ. ഓക്കെ, അതായത് നമ്മൾ കാണിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് എന്ത് കാണുന്നത്? മിററിൽ കൂടെ നമ്മൾ കാണുന്നത്. മനസ്സിലായോ? ഇപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ റൈറ്റ് ഹാൻഡ് പൊക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് പൊക്കിയതായിട്ടും, റൈറ്റ് ഐ അടയ്ക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ഐ ക്ലോസ് ചെയ്ത പോലെയും, അതുപോലെ ലെറ്റർ ബി കാണിക്കുകയാണെങ്കിൽ ഒരു പേപ്പറിൽ ലെറ്റർ ബി എഴുതി കാണിക്കുകയാണെങ്കിൽ അത് ഡി ആയിട്ടും, അല്ലെങ്കിൽ പി എഴുതി കാണിക്കുകയാണെങ്കിൽ ലെറ്റർ ക്യൂ ആയിട്ടുമാണ് നമുക്ക് തോന്നുക അല്ലേ? ഇതിനെയാണ് എന്ത് പറയുന്നത്? ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറയുന്നത്. ഇതിനെ പറയുന്ന പേരാണെന്ത്? ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറയുന്നത് എന്താണ്? പാർശ്വിക വിപര്യം എന്ന് പറയുന്നത്. ലാറ്ററൽ ഇൻവേർഷൻ. ഓക്കെ, പാർശ്വിക വിപര്യം. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സമതല ദർപ്പണത്തിൽ വസ്തുവിന്റെ വലതുഭാഗം പ്രതിബിംബത്തിന്റെ ഇടതുഭാഗമായും വസ്തുവിന്റെ ഇടതുഭാഗം പ്രതിബിംബത്തിന്റെ വലതുഭാഗമായും കാണുന്നു. ഈ പ്രതിഭാസമാണ് ലാറ്ററൽ ഇൻവേർഷൻ അഥവാ പാർശ്വിക വിപര്യം എന്ന് പറയുന്നത്.
ഒന്നുകൂടി പറയാം. lateral inversion in a plane mirror, the left side of an object appears as the right side of the image and the right side of the object appears as the left side of the image. This phenomenon is lateral inversion അഥവാ പാർശ്വിക വിപര്യം. ഓക്കെ, സമതല ദർപ്പണത്തിൽ വസ്തുവിന്റെ വലതുഭാഗം പ്രതിബിംബത്തിന്റെ ഇടതുഭാഗമായിട്ടും വസ്തുവിന്റെ ഇടതുഭാഗം പ്രതിബിംബത്തിന്റെ വലതുഭാഗമായിട്ടും കാണുന്നു. ഈ പ്രതിഭാസമാണ് എന്ത്? പാർശ്വിക വിപര്യം എന്ന് പറയുന്നത്. അപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. How is the letters written on the ambulance is seen in the rear view mirror of vehicle in front of it? Is it easily read as ambulance by the driver of the preceding vehicle? അതായത് ആംബുലൻസിന് മുന്നിൽ, അതായത് ഇതിലെഴുതിയ അക്ഷരങ്ങൾ ആംബുലൻസിന് മുന്നിൽ സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ കണ്ണാടിയിൽ എങ്ങനെയാവും കാണപ്പെടുന്നത്? ആംബുലൻസ് എന്ന് പറയുന്നത് തല തിരിച്ചിട്ടാവും എഴുതിയിട്ടുണ്ടാവും അല്ലേ? അത് മറ്റുള്ള അതായത് ഡ്രൈവറിന്റെ മുന്നിൽ പോകുന്ന വാഹനങ്ങളുടെ കണ്ണാടിയിൽ എങ്ങനെയായിരിക്കും കാണുന്നത്? Drivers of the vehicles that run in front of the ambulance can identify it as they can see the image of the word ambulance that is written on it in laterally inverted manner in the rear view mirror, so they can allow the ambulance to overtake. അതായത് ഈ ലാറ്ററൽ ഇൻവേർഷൻ കാരണം അല്ലെങ്കിൽ പാർശ്വിക വിപര്യം കാരണം പിന്നിൽ വരുന്ന വാഹനം ആംബുലൻസ് ആണെന്ന് ഇങ്ങനെ എഴുതുമ്പോഴാണ് മുന്നിലുള്ള വാഹനത്തിന് ഡ്രൈവർക്ക് അത് കണ്ണാടിയിലൂടെ ശരിയായ രീതിയിൽ വായിക്കാൻ സാധിക്കുന്നത്. ആംബുലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എന്തിനു യൂസ് ചെയ്യുന്നത്? ക്രിട്ടിക്കലായിട്ടുള്ള അവസ്ഥയിൽ ഒരു പേഷ്യൻറ്റിനെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ് അല്ലേ? അതിപ്പോൾ ആംബുലൻസ് നേരിട്ട് എഴുതി കഴിഞ്ഞാൽ ബാക്കിലുള്ള ഡ്രൈവറിന് മുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ ഡ്രൈവർക്ക് കണ്ണാടിയിൽ കാണുമ്പോൾ ആംബുലൻസ് തലതിരിച്ച് കാണിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് തല തിരിച്ച് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആൾക്ക് റിയർ വ്യൂ മിററിലൂടെ നേരിട്ട് കാണുമ്പോൾ എന്താണ്? അത് കറക്റ്റായിട്ട് ആംബുലൻസ് എന്ന രീതിയിലാണ് കാണുന്നത്. അതായത് ലാറ്ററൽ ഇൻവേർഷനാണ് അവിടെ നടക്കുന്നത് അല്ലേ? അപ്പോൾ അയാൾക്ക് വായിക്കാൻ സാധിക്കും, ആ ഡ്രൈവർക്ക് അതിലൂടെ കണ്ണാടി ശരിയായ രീതിയിൽ വായിക്കാൻ സാധിക്കുമ്പോഴാണ് ആള് ആംബുലൻസിനെ കടത്തി വിടുന്നത്. അല്ലെങ്കിൽ ഇപ്പം എന്താണ്, ഭയങ്കര ഇതല്ലേ, വാഹനങ്ങൾ തമ്മിലുള്ള ഭയങ്കര പോരാട്ടമല്ലേ റോഡിലൂടെ നടക്കുന്നത്. ആംബുലൻസിന് വഴി കൊടുക്കാറില്ലേ നമ്മൾ? എന്തുകൊണ്ടാണ്? അതായത് ഈ റിയർ വ്യൂ മിററിലൂടെ കണ്ണാടിയിലൂടെ ആംബുലൻസ് തലതിരിച്ച്, അതായത് ആംബുലൻസിൻ്റെ പേര് തലതിരിച്ച് എഴുതിയതുകൊണ്ട് അത് നമ്മുടെ റിയർ വ്യൂ മിററിൽ, ഡ്രൈവറിൻ്റെ സീറ്റിലെ റിയർ വ്യൂ മിററിലൂടെ നോക്കുമ്പോൾ അത് ആംബുലൻസ് എന്ന് കറക്റ്റായിട്ട് എഴുതിയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് അതിൽ തലതിരിച്ച് എഴുതിയിരിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ വേഗത്തിൽ ആംബുലൻസിനെ കടത്തിവിടുക അല്ലേ? അപ്പോൾ ആംബുലൻസിന് വേഗത്തിൽ കടന്നു പോകാൻ മുന്നിലുള്ള വാഹനങ്ങളെല്ലാം സൗകര്യം ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാനൊന്ന് വായിക്കാം. The drivers of the vehicles that run in front of the ambulance can identify it as see the image of the word ഇങ്ങനെ തലതിരിച്ചിട്ടുള്ള ആംബുലൻസ് ദാറ്റ് ഈസ് റിട്ടൺ ഓൺ ഇറ്റ് ഇൻ ദ ലാറ്ററലി ഇൻവേർട്ടഡ് മാനർ ഇൻ ദ റിയർ വ്യൂ മിറർ, സോ ദേ ക്യാൻ അലൗ ദ ആംബുലൻസ് ടു ഓവർടേക്ക്. നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു മിററിൻ്റെ മുമ്പിലുള്ള ഒരു വസ്തുവിൻ്റെ സ്ഥാനം മാറുമ്പോൾ ഇമേജിൻ്റെ, അതായത് നമ്മൾ കാണുന്ന പ്രതിബിംബത്തിൻ്റെ സ്ഥാനവും മാറും ഇല്ലേ? ഇമേജിൻ്റെ സ്ഥാനവും മാറും ഇല്ലേ? അവിടെ തന്നെ അല്ല നിൽക്കുന്നത്. വസ്തു മാറുമ്പോഴും അതിൻ്റെ സ്ഥാനം മാറുമ്പോഴും പ്രതിബിംബത്തിൻ്റെ സ്ഥാനവും മാറും ഇല്ലേ? ഇമേജിൻ്റെ സ്ഥാനവും മാറും. ഒരു സമതല ദർപ്പണത്തിൽ അല്ലെങ്കിൽ ഒരു പ്ലെയിൻ മിററിന് മുൻപിൽ നിൽക്കുന്ന ഒരാളുടെ ഇമേജ് ആള് ദർപ്പണത്തിന് അടുത്തേക്ക് നീങ്ങുമ്പോൾ അടുക്കുന്നതായും, അതായത് ദർപ്പണത്തിൻ്റെ മുന്നിലേക്ക് അടുത്തേക്ക് നീങ്ങുമ്പോൾ അല്ലെങ്കിൽ മിററിൻ്റെ അടുത്തേക്ക് നീങ്ങുമ്പോൾ പ്രതിബിംബം അടുക്കുന്നത് പോലെയും ആളകലേക്ക് പോകുമ്പോൾ പ്രതിബിംബവും അകലേക്ക് നീങ്ങുന്നതായിട്ടും കാണാൻ നമുക്ക് സാധിക്കാറുണ്ട് ഇല്ലേ?
ഉണ്ടല്ലേ. വെൻ ദ പൊസിഷൻ ഓഫ് ദി ഒബ്ജെക്ട് ഇൻ ഫ്രണ്ട് ഓഫ് ദി മിറർ ചേഞ്ചസ്, ദ പൊസിഷൻ ഓഫ് ദി ഇമേജ് ഓൾസോ ചേഞ്ചസ്. വെൻ a man standing in front of a mirror moves near to it, the image also moves to front. Similarly, when the person goes away from the mirror, image is also seen to move away. Okay? അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം? We can find the relationship between the distance of the object and the image in a mirror by using reflective glass. അതായത് ഒരു സമതല ദർപ്പണത്തിന് പകരമായിട്ട് ഒരു റിഫ്ലക്റ്റീവ് ഗ്ലാസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ദൃശ്യങ്ങൾ ഈ ദൂരങ്ങൾ അളന്നിട്ട് നമുക്ക് ഒരു പട്ടിക പോലെ നോക്കാം. എന്തൊക്കെയാണ് നടക്കുന്നത്, എങ്ങനെയൊക്കെയാണിത്, ഈ അകലവും ഈ ദൂരങ്ങൾ തമ്മിൽ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് ഈ എക്സ്പെരിമെൻറ്റിലൂടെ ഒന്ന് ചെയ്ത് നോക്കാം. ഇതാണ് എൻ്റെ ഇമേജ്. എക്സ്പെരിമെൻ്റ് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. A reflective glass is kept erect on a table as shown in the picture. ഈ റിഫ്ലക്റ്റീവ് ഗ്ലാസ് നമ്മൾ ചിത്രത്തിൽ കാണുന്നത് പോലെ മേശപ്പുറത്ത് കുത്തനെ നിർത്തിയ ശേഷം അതിൻ്റെ ഇരുവശത്തും ചിത്രത്തിൽ ഇതുപോലെ എന്താണ് തുല്യകത്തിൽ അടയാളമിട്ട നമ്പർ നൽകുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, put two paper stripes on both sides of the glass and mark equal distance to both sides of the glass. Okay, a lighted candle is put a particular position and put a coin on the opposite sides at the same marking. അതായത് ഒരു മെഴുകുതിരി ഈ ഗ്ലാസിൻ്റെ മുൻപിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ അവിടെ കത്തിച്ചു വയ്ക്കുക. ഓക്കെ, മറുവശത്ത് ഇതേ സ്ഥാനത്ത് തന്നെ ഒരു കോയിൻ അല്ലെങ്കിൽ ഒരു നാണയം വയ്ക്കുക. പ്രതിബിംബം കാണുന്നത് നാണയം വെച്ച അതേ സ്ഥാനത്താണല്ലോ, ആണോ? അല്ലേ? യു ക്യാൻ സീ ദ ഇമേജ് എക്സാക്ട്ലി അറ്റ് ദ പൊസിഷൻ വേർ ദ കോയിൻ ഈസ് കെപ്റ്റ്. അതായത് നമ്മൾ ഒരു റിഫ്ലക്റ്റീവ് ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ഷീറ്റ് ഓഫ് പേപ്പറിൽ നമ്മളിങ്ങനെ നമ്പേഴ്സൊക്കെ എഴുതിയിട്ട് അതിൻ്റെ നടുക്കായിട്ട് സെൻട്രലായിട്ട് എന്ത് വെക്കുകയാണ്, റിഫ്ലക്റ്റീവ് ഗ്ലാസ് കുത്തനെ നിർത്തി വെക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ 3 എന്ന സ്ഥാനത്താണ്, 3 എന്ന നമ്പറിൻ്റെ അവിടെയാണ് നമ്മൾ മെഴുകുതിരി കത്തിച്ച് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിൽ 3 എന്ന സ്ഥാനത്ത് ഒരു കോയിൻ വെക്കുക. അപ്പോൾ നമ്മൾ ഇതിലൂടെ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ആ പ്രതിബിംബം കാണുന്നത് എവിടെയാണ്? നാണയം വെച്ച ഭാഗത്തായിരിക്കും കാണുക. ഓക്കെ, മനസ്സിലായോ? റിപ്പീറ്റ് എക്സ്പെരിമെൻറ്റ് എ ക്യാൻഡിൽ അറ്റ് എ ഡിഫറെൻറ്റ് പൊസിഷൻ. ഓരോ പൊസിഷനിലും ഇപ്പോൾ 2ലും 4ലും അങ്ങനത്തെ ഓരോ പൊസിഷനിലും വെച്ചിട്ട് നമ്മൾ എവിടെയാണ് പ്രതിബിംബം കാണുന്നത്, എവിടെയാണ് എന്നുള്ളത് നമ്മൾ നോക്കുക. ഓക്കെ ഓക്കെ, മനസ്സിലായി? ഇൻ ഓൾ ട്രയൽസ് ബോത്ത് ഓഫ് ദി ഡിസ്റ്റൻസ് ആർ സെയിം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊക്കെ എന്ത് മനസ്സിലാക്കാം? ഇവിടെ വെച്ചിട്ടുള്ള അതേ പ്രതിബിംബത്തിന് അതേ ഡിസ്റ്റൻസ് തന്നെയായിരിക്കും അപ്പുറത്ത് വെച്ചിട്ടുള്ളതും. അതായത് ഇതിൻ്റെ റിഫ്ലക്ഷൻ തന്നെയാണ് അപ്പുറത്തെ നമ്പറിലും കാണിക്കും. ഇവിടെ 3 വെച്ച് കഴിഞ്ഞാൽ അവിടെയും 3 ആയിരിക്കും. സോ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? അകലങ്ങൾ സെയിം ആയിരിക്കും. ഓക്കെ, ദർപ്പണത്തിന് മുന്നിൽ വസ്തു വെച്ചിരിക്കുന്ന അതേ അകലത്തിൽ തന്നെ പ്രതിബിംബം ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ സമതല ദർപ്പണത്തിൽ വസ്തുവിൽ നിന്ന് ദർപ്പണത്തിലേക്കുള്ള ദൂരവും ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും എന്താണ്? തുല്യമായിരിക്കും എന്നാണ് പറയുന്നത്. In a plane mirror, distance from the object to the mirror and distance from the mirror to the image are always equal. മനസ്സിലായോ? ഇവിടെ 3ലാണെങ്കിൽ അപ്പുറത്തും പ്രതിബിംബം എവിടെയായിരിക്കും? 3ലായിരിക്കും എന്നാണ് പറയുന്നത്. ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും. ഇൻ എ പ്ലെയിൻ മിറർ, ഡിസ്റ്റൻസ് ഫ്രം ദ ഒബ്ജെക്ട് ടു ദ മിറർ ആൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ മിറർ ടു ദ ഇമേജ് ആർ ഓൾവേസ് ഈക്വൽ. ഓക്കെ, ഇപ്പം നമ്മൾ ഡിസ്റ്റൻസ് ടു ദ ഇമേജ്, പ്ലെയിൻ മിററിൻ്റെ ഡിസ്റ്റൻസ് ടു ദ ഇമേജ് നമ്മൾ കണ്ടു. ഇനി നമുക്ക് പ്ലെയിൻ മിറർ സൈസ് ഓഫ് ദി ഇമേജ് നമുക്ക് നോക്കാം. ടേക്ക് എ ലൈറ്റഡ് ക്യാൻഡിൽസ് of the same size and fix them on the opposite sides of the reflective glass at the same distance. Looking from each side, the image at the other side seems equal in the position and size. You can confirm it by repeating at the different position. Now remove one candle and put a scale erectly at the position of the removed candle and measure the height of the flame of the image. Compare it in the height to the flame of the candle. Here also you get the same result. Both of the heights are equal.
അതായത് ഇതുപോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ എന്ത് ചെയ്ത മുന്നേ നമ്മൾ എന്താ ചെയ്ത ഡിസ്റ്റൻസ് ആണ് നമ്മൾ ചെയ്തത്. ഡിസ്റ്റൻസ് ചെയ്തപ്പോൾ എന്താ കിട്ടി? 2 ഡിസ്റ്റൻസ് പ്രതിപദിച്ചതിൻ്റെ അതുപോലെ നമ്മൾ കാണുന്ന വെച്ചതിൻ്റെ ഒക്കെ ഡിസ്റ്റൻസ് എന്താണ്? ഈക്വൽ ആണ് നമ്മൾ കണ്ടെത്തി. ഇനി നമ്മൾ വസ്തുവിൻ്റെ പ്രതിബിംബത്തിൻ്റെ വലിപ്പം എങ്ങനെയായിരിക്കും സമതലദർപ്പണത്തിൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് റിഫ്ലക്റ്റീവ് ഗ്ലാസിൻ്റെ ഇരുവശത്തും ഒരേ അകലത്തിൽ ഒരേ വലിപ്പമുള്ള മെഴുകുതിരി കത്തിച്ചു വയ്ക്കുക. റിഫ്ലക്റ്റീവ് ഗ്ലാസിൻ്റെ ഇരുവശത്തും ഒരേ അകലത്തിൽ ഒരേ വലുപ്പമുള്ള മെഴുകുതിരി കത്തിച്ചു വയ്ക്കുക. എന്നിട്ട് ഒരു വശത്ത് നിന്ന് നോക്കുമ്പോൾ മറുഭാഗത്തെ പ്രതിബിംബത്തിൻ്റെ സ്ഥാനവും വലിപ്പവും ഒന്ന് തന്നെയല്ലേ എന്ന് ശ്രദ്ധിക്കുക. വിവിധ സ്ഥാനങ്ങളിൽ വെച്ചിട്ട് ഈ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യാം. ഒരു വശത്ത് നിശ്ചിത ഉയരമുള്ള മെഴുകുതിരി വെച്ചിട്ട് പ്രതിബിംബത്തിന്റെ ഉയരം സ്കെയിൽ വെച്ച് അളന്നാലും വസ്തുവിന്റെയും പ്രതിബിംബത്തിന്റെയും ഉയരം തുല്യമായി കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ സമതല ദർപ്പണത്തിലെ വസ്തുവിന്റെ ഉയരവും പ്രതിബിംബത്തിന്റെ ഉയരവും എന്താണ്? തുല്യമാണെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി പ്ലെയിൻ മിറർ, ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആൻഡ് ദ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ആർ ഈക്വൽ. ഓക്കെ, അപ്പൊ എന്താണ് ഫസ്റ്റത്തെ എന്തായാലും നമ്മൾ പഠിച്ചേ? ഇൻ എ പ്ലെയിൻ മിറർ ഡിസ്റ്റൻസ് ഫ്രം ദ ഒബ്ജക്ട് ടു ദ മിറർ ആൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ മിറർ ടു ദ ഇമേജ് ആർ ഈക്വൽ. നെക്സ്റ്റ് പോയിന്റ് നമ്മൾ പഠിച്ചേ ഇൻ എ പ്ലെയിൻ മിറർ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്ട് ആൻഡ് ദ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ആർ ഈക്വൽ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പഠിക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജിന് പ്ലെയിൻ മിററിൽ വരുന്ന അല്ലെങ്കിൽ പ്രതിപദിക്കുന്ന സമതല ദർപ്പണത്തിലെ പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകൾ, ക്യാരക്ടറിസ്റ്റിക്സ് കുറച്ച് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജസ് ഇൻ എ പ്ലെയിൻ മിററിൽ സമതല ദർപ്പണത്തിലെ പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, ദ ഇമേജ് അണ്ടർഗോസ് ലാറ്ററൽ ഇൻവേർഷൻ. എന്താണ് ഫസ്റ്റത്തെ? എന്താണ് നമ്മൾ പഠിച്ചത്? അതായത് ഇമേജിന് അല്ലെങ്കിൽ പ്രതിബിംബത്തിന് എന്താണ്? പാർശ്വിക വിപര്യം സംഭവിച്ചിരിക്കും. അതായത് ഇവിടെ റൈറ്റ് ഹാൻഡ് ആണെങ്കിൽ അപ്പുറത്ത് ലെഫ്റ്റ് ഹാൻഡ് ആയിരിക്കും, പ്രതിബിംബം ലെഫ്റ്റ് ആയിരിക്കും. ഓക്കെ, ദ ഇമേജ് അണ്ടർഗോസ് ലാറ്ററൽ ഇൻവേർഷൻ. നെക്സ്റ്റ് എന്താണ്? ഇൻ എ പ്ലെയിൻ മിറർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്ട് ആൻഡ് ദ മിറർ ഈസ് ഈക്വൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇമേജ് ആൻഡ് ദ മിറർ. ഇപ്പോൾ നമ്മൾ പഠിച്ചത് ഒരു എക്സ്പെരിമെന്റ് ചെയ്തില്ലേ? അതായത് സമതല ദർപ്പണത്തിൽ വസ്തുവിൽ നിന്ന് ദർപ്പണത്തിലേക്കുള്ള ദൂരവും ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും തുല്യമായിരിക്കും. നെക്സ്റ്റ് പോയിന്റ് നമ്മൾ പഠിച്ചിരുന്ന പ്ലെയിൻ മിറർ ദ സൈസ് ഓഫ് ദി ഒബ്ജക്ട് ഈസ് വിൽ ബി ഈക്വൽ ടു ദ സൈസ് ഓഫ് ദി ഇമേജ്. അതായത് സമതല ദർപ്പണത്തിൽ വസ്തുവിന്റെ വലിപ്പവും പ്രതിബിംബത്തിന്റെ വലിപ്പവും തുല്യമായിരിക്കും. അങ്ങനെ 3 പ്രത്യേകതകളാണ് സമതല ദർപ്പണത്തിലെ പ്രതിബിംബത്തിന്റെ പ്രത്യേകതകളായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ ലാറ്ററൽ ഇൻവേർഷൻ ആയിരിക്കും. സെക്കൻഡ് വൺ എന്താണ്? അതിൻ്റെ ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും. നെക്സ്റ്റ് എന്താണ്? അതിൻ്റെ സൈസ് അല്ലെങ്കിൽ ഹൈറ്റ് എന്താണ്? ഈക്വൽ ആയിരിക്കും. ഓക്കെ, നമ്മൾ ഒരു സമതല ദർപ്പണത്തിൽ അല്ലെങ്കിൽ ഒരു മിററിൽ, ഒരു പ്ലെയിൻ മിററിൻ്റെ മുൻപിൽ ഒരു വസ്തു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇമേജ് അല്ലെങ്കിൽ അതിൻ്റെ പ്രതിബിംബമാണ് നമുക്ക് ആ കണ്ണാടിയിലൂടെ കാണാൻ കഴിയുക, അല്ലേ? ഒരു പ്ലെയിൻ മിററിൻ്റെ മുൻപിൽ ഒരു വസ്തു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇമേജ് അല്ലെങ്കിൽ പ്രതിബിംബമാണ് ആ മിററിലൂടെ നമുക്ക് കാണാൻ കഴിയുക. ഇനി ഒന്നിലധികം മിറേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാവുക? നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഈ തുണിക്കടയിലൊക്കെ അല്ലെങ്കിൽ ട്രയൽ റൂംസിലൊക്കെ ബ്യൂട്ടി സലൂൺസിൽ അവിടെയൊക്കെ ഒന്നിലധികം കണ്ണാടികൾ ഉണ്ടാകുമ്പോൾ അതിൽ ധാരാളം പ്രതിബിംബങ്ങൾ, ധാരാളം ഇമേജസ് രൂപപ്പെടുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇല്ലേ? ഈ ബ്യൂട്ടി സലൂൺസിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം, അല്ലെങ്കിൽ തുണിക്കടയിലെ ട്രയൽ റൂംസിലൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മുടെ റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ അപ്പുറത്തൊക്കെ എന്തുണ്ട്? മിറേഴ്സ് ഉണ്ട്, അല്ലേ? അപ്പോൾ ഒന്നിലധികം പ്രതിബിംബങ്ങൾ രൂപപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഇല്ലേ? ചില ദർപ്പണങ്ങൾ പല കോണളവിൽ ക്രമീകരിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണവും വ്യത്യാസപ്പെടാറുണ്ട്. ഓക്കെ, എന്താണ് നമ്മൾ മിറേഴ്സ് ഡിഫറെൻ്റ് ആംഗിൾസിൽ അറേഞ്ച് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഇമേജസ് ഫോം ചെയ്യാറുണ്ട്. ഓക്കെ, അതും ചേഞ്ച് ചെയ്യും. പല ഡിഫറെൻ്റ് ആംഗിൾസിലും പല നമ്പർ ഓഫ് ഇമേജസും ഫോം ചെയ്യാറുണ്ട്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതായത് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ പ്ലെയിൻ മിറർ, ഇപ്പോൾ പ്ലെയിൻ മിററിൽ കൂടെ നമ്മളൊരു പ്ലെയിൻ മിററിൻ്റെ മുമ്പിൽ ഒരു വസ്തു വെച്ച് കഴിഞ്ഞാൽ, ഒരു ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇമേജാണ് നമ്മൾ കാണുക ആ മിററിൽ കൂടെ, അല്ലേ? ഇപ്പോൾ ഈ ടെക്സ്റ്റൈൽ ഷോപ്പിൽ, ബ്യൂട്ടി സലൂൺസിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥലത്തൊക്കെ മിറേഴ്സ് കുറേ അധികം മിറേഴ്സ് നമ്മൾ വെച്ചിട്ടുള്ളത് കണ്ടിട്ടാവും. അതിൽ കൂടെ ഒക്കെ പ്രതിബിംബങ്ങൾ കുറേ ഇമേജസ് ഫോം ചെയ്യുന്നത് കാണാം. അപ്പോൾ ഡിഫറെൻ്റ് ആംഗിൾസിൽ ഈ മിറേഴ്സ് അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് ഇമേജസ് ഫോം ചെയ്യും ഇൻ ദ
ഫോം ഇൻ ദം ഓൾസോ ചേഞ്ച്. നമ്പർ ഓഫ് ഇമേജസും ഫോം ചെയ്യും. ഓക്കെ, അതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒക്കെയുള്ള ഒരു എക്സ്പെരിമെൻറ്റ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, മെറ്റീരിയൽസ് ആവശ്യമായിട്ടുള്ളത് എ വുഡൻ ബ്ലോക്ക് സൈസ് 6 inch by 4 inch by 1 inch or a small box, a small candle, matchbox, 2 plain mirrors of different height having the same breadth as that of the wooden block, double-sided tape. ഓക്കെ, മനസ്സിലായോ? ഇനി നമുക്ക് ചിത്രത്തിൽ കണ്ടില്ലേ, ഇതൊക്കെയാണ് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇനി ചിത്രത്തേക്ക് നിങ്ങൾ നോക്കുക, എന്താണെന്ന് അതിൽ ചെയ്യാൻ നോക്കാം നമുക്ക്. യൂസിങ് ദ ഡബിൾ സൈഡ് ടേപ്പ്, ഫിക്സ് ദ മിറേഴ്സ് on either side of the wooden block in such a way that the reflecting surfaces come face to face. Place the lighted candle in between the mirrors on the wooden block. അതായത് ഇതിലെന്താണെന്ന് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ചിട്ട് ഒരു മരക്കട്ടയുടെ ഇരുവശത്തായിട്ട് മിറേഴ്സ്, ഓക്കെ, പ്രതിപതന തലങ്ങൾക്ക് അഭിമുഖമായി വരത്തക്ക വിധം ദർപ്പണങ്ങൾ ഒട്ടിക്കുക. ഓക്കെ, രണ്ട് സൈഡിലായിട്ട്, ആ പെട്ടിയുടെ രണ്ട് സൈഡിലായിട്ട് ദർപ്പണങ്ങൾ ഒട്ടിച്ച് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മരക്കട്ടയുടെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കണ്ണാടിക്ക് ഇടയിലായിട്ട്, അല്ലെങ്കിൽ ആ മരക്കട്ടയുടെ അവിടെ കണ്ണാടികളുടെയൊക്കെ സെൻറ്ററിലായിട്ട് എന്ത് ചെയ്യുക, ഒരു ചെറിയ മെഴുകുതിരി കത്തിച്ച് വയ്ക്കുക. എന്താണ് നമ്മൾ അതിൽ നിന്ന് ഒബ്സർവ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. 2 mirrors when arranged parallel to each other facing the reflecting surfaces, and if a lighted candle is put in between, we can see an infinite number of images of candle. അതായത് പരസ്പരം പാരലായിട്ട് വെച്ചിട്ടുള്ള രണ്ട് സമതല ദർപ്പങ്ങൾക്ക് മുന്നിൽ, അല്ലെങ്കിൽ രണ്ട് മിറേഴ്സിൻ്റെ മുന്നിൽ വെച്ച മെഴുകുതിരിയുടെ കുറേ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പ്രതിബിംബങ്ങൾ, അല്ലെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഇമേജസ് ആണ് നമുക്ക് അതിലൂടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒബ്സർവേഷൻ എന്താണ് അതിൽ നിന്ന് കാണുന്നത്? ഹിയർ ദ ലൈറ്റ് ഫ്രം ദ ഒബ്ജക്റ്റ്, അതായത് ക്യാൻഡിലിൽ നിന്ന് വരുന്ന ലൈറ്റ് ഫോൾസ് ഓൺ ദ ഫസ്റ്റ് മിറർ ആൻഡ് റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദ അതർ. This light is again reflected to the first one. This repeats so many images of the object were formed. അതായത് ഇതിലെങ്ങനെയാണ് കാണാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വസ്തുവിൽ നിന്നുള്ള പ്രകാശം, അതായത് മെഴുകുതിരിയിൽ നിന്നുള്ള പ്രകാശം ഒന്നാമത്തെ കണ്ണാടിയിൽ തട്ടി പ്രതിപതിച്ച് രണ്ടാമത്തെ കണ്ണാടിയിൽ തട്ടുന്നു, അത് വീണ്ടും പ്രതിപതിച്ച് ആദ്യത്തേതിലെത്തുന്നു, പിന്നെ അത് വീണ്ടും പ്രതിപതിച്ച് രണ്ടാമത്തേതിലെത്തിക്കുന്നു. അങ്ങനെ ആവർത്തിച്ച് പ്രതിപതിക്കുന്നതാണ് ധാരാളം പ്രതിബിംബങ്ങൾ, അല്ലെങ്കിൽ ധാരാളം ഇമേജസ് നമുക്ക് കാണാൻ കഴിയാൻ കാരണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന, അതായത് കുറേ ഇമേജസ് ഇങ്ങനെ ഫോം ചെയ്യുന്ന ഒരു അനുഭവമാണ് എന്ത്? മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. റിപ്പീറ്റഡ് റിഫ്ലക്ഷൻ ഫ്രം മോർ ദാൻ വൺ റിഫ്ലക്റ്റിംഗ് സർഫസസ് ഈസ് കോൾഡ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ആവർത്തന പ്രതിപതനം എന്ന് പറയും. അതായത് മിനുസമുള്ള ഒന്നിലധികം പ്രതലങ്ങളിൽ പ്രകാശത്തിൻ്റെ ആവർത്തിച്ചുള്ള പ്രതിപതനമാണ് ആവർത്തന പ്രതിപതനം എന്ന് പറയുന്നത്. റിപ്പീറ്റഡ് റിഫ്ലക്ഷൻ, റിപ്പീറ്റ് ചെയ്തിട്ടുള്ള റിഫ്ലക്ഷൻ. ഇമേജ് കണ്ടില്ലേ, റൈറ്റ് സൈഡിൽ ഇമേജ് കണ്ടില്ലേ, രണ്ട് ദർപ്പണത്തിൻ്റെ ഇടയിൽ, രണ്ട് മിറേഴ്സിൻ്റെ ഇടയിൽ ഒരു മെഴുകുതിരി കത്തിച്ച് വയ്ക്കുമ്പോൾ ആ മിററിൽ തട്ടിയിട്ട് ഇപ്പുറത്തെ മിററിൽ ഇവിടെ നിന്ന് പ്രതിപതിച്ച് അങ്ങോട്ട്, അങ്ങനെ പ്രതിപതിച്ച് മൾട്ടിപ്പിൾ റിഫ്ലക്ഷനാണ് അവിടെ നടക്കുന്നത് അല്ലേ. റിപ്പീറ്റഡ് റിഫ്ലക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. ഫ്രം മോർ ദാൻ വൺ റിഫ്ലക്റ്റിംഗ് സർഫസ്, ഒരു റിഫ്ലക്റ്റിംഗ് സർഫസിൽ മോർ ദാൻ വൺ റിഫ്ലക്റ്റിംഗ് സർഫസിൽ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ, റിപ്പീറ്റഡ് റിഫ്ലക്ഷൻ ആണ് നടക്കുന്നത്. അതിനാണ് എന്ത് പറയുന്നത്? ആവർത്തന പ്രതിപതനം അഥവാ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. വി ഹാവ് സീൻ നമ്പർ ഓഫ് ഇമേജസ് when two plane mirrors are arranged parallel with the reflecting surfaces facing each other. Long railway lines and endless gardens are arranged in mirror in exhibitions using this principle. അതായത് നമ്മൾ രണ്ട് ദർപ്പണങ്ങൾക്ക് അഭിമുഖമായിട്ട് ഒരു പാരലായിട്ട് വെച്ചപ്പോൾ അതിനിടയിലുള്ള വസ്തുവിൻ്റെ അനേകം ഇമേജസ് ആണ് നമ്മൾ കാണുന്നത് അല്ലേ. അപ്പോൾ എക്സിബിഷനിലൊക്കെ മറ്റും കുറേയധികം അനന്തമായ റെയിൽപാതയും അല്ലെങ്കിൽ നിരന്നു നിൽക്കുന്ന പൂമരങ്ങളൊക്കെ കണ്ണാടി ഉപയോഗിച്ച് കാണാൻ കഴിയുന്ന ഈ വിദ്യ, കാണിക്കാൻ കഴിയുന്നത് ഈ വിദ്യ ഉപയോഗിച്ചിട്ടാണെന്നാണ് പറയുന്നത്. മനസ്സിലായോ? നമ്മൾ ഇതുപോലെ കണ്ടിട്ടുണ്ടാവും, എക്സിബിഷൻസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ലോങ് റെയിൽവേ ലൈൻസ്, അതുപോലെ തന്നെ എൻഡ്ലെസ് ഗാർഡൻ, നീണ്ടു കിടക്കുന്ന ഗാർഡൻ കാണുമ്പോൾ തന്നെ ഒരു അന്തമില്ലാത്ത ഇങ്ങനെ കിടക്കുന്ന ഒരു ഗാർഡൻ കാണും. എന്തുകൊണ്ടാണത്? അവിടെ എന്താണ് സാധ്യമാക്കുന്നത്? ഈ മൾട്ടിപ്പിൾ റിഫ്ലക്ഷനാണ് കാണിക്കുന്നത് അല്ലേ. ആ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് അവരത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ വരാട്ടോ അങ്ങനെ. ഇൻ ദ റെയിൽവേ ലൈൻസ് ആൻഡ് എൻഡ്ലെസ് ഗാർഡൻസ് ആർ അറേഞ്ച്ഡ് ഇൻ എ മിറർ ഇൻ എക്സിബിഷൻ യൂസിങ് ദിസ് പ്രിൻസിപ്പിൾ. അപ്പോൾ അത് നോട്ട് ചെയ്ത് പഠിച്ചേക്കോട്ടോ.
ഇപ്പം നമ്മൾ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്താണെന്ന് കണ്ടു ഇല്ലേ. അപ്പോൾ ഈ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്ന് നമ്മളോട് പറയാൻ പറഞ്ഞിട്ട് ഏതൊക്കെയാണ്. ബാർബർ ഷോപ്പിൽ കണ്ടിട്ടുണ്ട്, ട്രയൽ റൂംസ് ഓഫ് ടെക്സ്റ്റൈൽസ്, അതുപോലെ തന്നെ നെക്സ്റ്റ് വണ്ണാണ് കാലിഡോസ്കോപ്പ്. കാലിഡോസ്കോപ്പിലും ഇതുപോലെയുള്ളൊരു എന്താ പറയുക, ഒരു വിദ്യയാണ് അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിളാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതും നോട്ട് ചെയ്ത് പഠിച്ചേക്കാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ആംഗിൾ ബിറ്റ്വീൻ ദ മിറേഴ്സ് ആൻഡ് ദ നമ്പർ ഓഫ് ഇമേജസ്, അതായത് കോണളവും പ്രതിബിംബങ്ങളുടെ എണ്ണവും എന്ന ഭാഗം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാം. ടു ഈക്വലി സൈസ്ഡ് സ്ക്വയർ പ്ലെയിൻ മിറേഴ്സ് ആർ ടേക്കൺ ആൻഡ് ജോയിൻ ദം സൈഡ് വേസ് വിത്ത് സെല്ലോ ടേപ്പ് വിത്ത് ദ റിഫ്ലക്റ്റിംഗ് ഫേസസ് ഈച്ച് അതർ. Arrange the reflecting surfaces with an angle 90 degree and keep a small ball between the mirrors. Count the number of images formed. Repeat the experiment by increasing and decreasing the angle between the mirrors. You can notice that the number of images changes with the change in angle. Use a protractor and arrange the mirrors accurately in the following angles. Okay, ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തുല്യ വലിപ്പമുള്ള രണ്ട് പ്ലെയിൻ മിറേഴ്സ് എടുക്കുക. പ്രതിപതന തലം ഒരേ ഭാഗത്ത് വരുന്ന രീതിയിൽ അവയുടെ ഒരരിക് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കുക. പ്രതിപതന തലം ഒരേ ഭാഗത്ത് വരുന്ന രീതിയിൽ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കുക, അതിൻ്റെ അരികെ ഒട്ടിക്കുക. ഓക്കെ, കണ്ണാടികളുടെ പ്രതിപതന തലം 90 ഡിഗ്രി വരുന്ന വിധം ക്രമീകരിച്ച് അവയ്ക്കിടയിൽ ഒരു ചെറിയ പന്ത് വയ്ക്കുക. ഓക്കെ, ചിത്രത്തിൽ കാണുന്ന പോലെ വെക്കുക. ഓക്കെ, കണ്ണാടിയിൽ എത്ര പ്രതിബിംബങ്ങൾ കാണുന്നുണ്ട്? 90 ഡിഗ്രി കോണളവിൽ വെക്കുമ്പോൾ എത്ര പ്രതിബിംബങ്ങളാണ് കാണുന്നത്? 3 പ്രതിബിംബങ്ങളായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ കണ്ണാടികൾ തമ്മിലുള്ള കോൺ കൂട്ടിയും കുറച്ചും പരീക്ഷണം ആവർത്തിച്ച് പ്രതിബിംബങ്ങളുടെ എണ്ണത്തിലുണ്ടാകുന്ന വ്യത്യാസം മനസ്സിലാക്കുക. ഓക്കെ, ഒരു പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് കണ്ണാടികൾ തമ്മിലുള്ള കോൺ കൃത്യമായി ക്രമീകരിച്ചിട്ട് പ്രതിബിംബങ്ങളുടെ എണ്ണം പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതാണ് എക്സ്പെരിമെൻ്റ്. അപ്പോൾ ഓരോ കോണളവിലും 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി, 120 ഡിഗ്രി, ഇതുപോലെ ഓരോ കോണളവ് വെച്ചിട്ട് പ്രതിബിംബങ്ങൾ എത്ര എണ്ണം ലഭിച്ചു എന്നുള്ളത് നമ്മളോട് പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. 30 ഡിഗ്രിയിൽ എത്ര എണ്ണമാണ്? 11 പ്രതിബിംബങ്ങളാണ് നമുക്ക് ലഭിക്കുക. അതുപോലെ തന്നെ 60 ഡിഗ്രിയിൽ 5 എണ്ണം, 90 ഡിഗ്രിയിൽ 3 എണ്ണം, 120 ഡിഗ്രിയിൽ 2 എണ്ണമാണ് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനൊരു വീഡിയോ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത് നല്ലോണം ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്ത ഇപ്പോൾ വായിച്ചില്ല എക്സ്പെരിമെൻ്റ്, അപ്പോൾ അതൊന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവും കേട്ടോ. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ എല്ലാവരും. അപ്പോൾ നമുക്ക് എത്ര പ്രതിബിംബങ്ങൾ, എത്ര ഇമേജസ് ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ,
നമുക്ക് ഈ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്തപ്പോൾ എന്തെങ്കിലും റിലേഷൻ, അതായത് ആംഗിൾ ബിറ്റ്വീൻ ദ മിറേഴ്സും അതുപോലെ തന്നെ നമ്പർ ഓഫ് ഇമേജസ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ കാണാൻ പറ്റുന്നുണ്ടോ? ഈ ഈ ഒരു ബോക്സ്, ആംഗിളും നമ്പർ ഓഫ് ഇമേജസും തമ്മിലുള്ള ഒരു ബോക്സ് ഒന്ന് ശ്രദ്ധിച്ചേ. അതായത് ആംഗിള് കൂടുന്തോറും നമ്പർ ഓഫ് ഇമേജസ് എന്തായിട്ട് വരുന്നത്, കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നല്ലേ, ഉണ്ടല്ലേ. അതായത് നമ്പർ ഓഫ് ഇമേജസ് ഡിക്രീസസ് ആസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ മിറേഴ്സ് ഇൻക്രീസസ് ആൻഡ് ദ നമ്പർ ഓഫ് ഇമേജസ് ഇൻക്രീസസ് ആസ് ദ ആംഗിൾ ഡിക്രീസസ്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റിലൂടെ നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മളൊരു റിലേഷൻ നമ്മൾ കണ്ടു അല്ലേ. ഈ നമ്പർ ഓഫ് ഇമേജസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ആംഗിൾ ഇൻക്രീസ് ചെയ്യുന്നു, ആംഗിൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഇമേജസ് ഡിക്രീസ് ചെയ്യുന്നു എന്ന് കണ്ടു. ഇനി അതിൻ്റെ ഒരു ഫോർമുലയുണ്ട്. ആംഗിൾ എക്സും അതുപോലെ തന്നെ നമ്പർ ഓഫ് ഇമേജസ് എന്ന് പറയുന്നത്, ആംഗിൾ എക്സ് ആണെങ്കിൽ നമ്പർ ഓഫ് ഇമേജസ് എങ്ങനെ കണ്ടുപിടിക്കാം? 360/x - 1. ഇതാണ് ഒരു ഫോർമുല എന്ന് പറയുന്നത്. എക്സ് ആംഗിൾ ആണെങ്കിൽ, ആംഗിൾ തന്നു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇമേജസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ 360/x - 1 അതാണ് ആംഗിളും നമ്പർ ഓഫ് ഇമേജസ് തമ്മിലുള്ള ഫോർമുല എന്ന് പറയുന്നത്. എക്സ് തന്നു കഴിഞ്ഞാൽ, എക്സ് എന്ന് പറയുന്ന ആംഗിൾ ആണെങ്കിൽ നമ്പർ ഓഫ് ഇമേജസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് 360/x - 1. ഓക്കെ, അപ്പോൾ അതൊന്ന് പഠിച്ചേക്കാം കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ചെറിയ കുഞ്ഞു കുഞ്ഞ് ഇക്വേഷൻസൊക്കെ വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു കണക്കുകൾ വരും. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദർപ്പണത്തിലെ മായ കാഴ്ചകൾ അഥവാ ഇല്യൂഷൻസ് ഇൻ ദ മിററിലെ ഇല്യൂഷൻസിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. മിററിൻ്റെ ഇല്യൂഷൻസ്, അതായത് ദർപ്പണത്തിൽ ഉള്ള മായ കാഴ്ചകൾ എന്ന് പറയും. അതായത് രണ്ടെണ്ണമാണുള്ളത്. ഏത്? കാലിഡോസ്കോപ്പും പെരിസ്കോപ്പും. കാലിഡോസ്കോപ്പ് എന്താണ്? കാലിഡോസ്കോപ്പ് ഏത് നമ്മൾ കണ്ടായിരുന്നു അല്ലേ, എന്ത് ഉപയോഗിച്ചിട്ടാണ്, ഏത് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കണ്ടായിരുന്നു അല്ലേ. കാലിഡോസ്കോപ്പ് ഈസ് എ ഡിവൈസ് ഇൻ വിച്ച് 3 plane mirrors stripes are used. 3 plane mirror stripes are used. The 2 adjacent mirrors make an angle 60 degree. അതായത് കാലിഡോസ്കോപ്പിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, 3 സമതല ദർപ്പണങ്ങളാണുള്ളത്. അടുത്തടുത്ത 2 എണ്ണം പരസ്പരം 60 ഡിഗ്രി കോണിൽ വരത്തക്ക വിധം സമപാർശ്വ ത്രികോണാകൃതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന ഉപകരണമാണ് എന്ത്? കാലിഡോസ്കോപ്പ്. ഇവിടെ കണ്ടില്ലേ, ചിത്രത്തിൽ കാണുന്നില്ലേ? അതായത് കാലിഡോസ്കോപ്പ് എന്ന് പറയുന്നത് 3 പ്ലെയിൻ മിററുകൾ, 2 അഡ്ജസ്റ്റൻറ്റ് പ്ലെയിൻ മിററുകൾ തമ്മിൽ 60 ഡിഗ്രി ആംഗിളിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഉപകരണമാണ് എന്ത്? കാലിഡോസ്കോപ്പ് എന്ന് പറയുന്നത്. പെരിസ്കോപ്പാണ് നെക്സ്റ്റ് വണ്ണ്. പെരിസ്കോപ്പിൽ എന്താണ്? ഒരു പ്രതലത്തിന് അടിയിലിരുന്ന് അതിന് മുകൾ ഭാഗത്തെ കാഴ്ചകൾ കാണാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് പെരിസ്കോപ്പ്. അതായത് പെരിസ്കോപ്പ് ഈസ് ആൻ എക്യുപ്മെൻറ്റ് വിച്ച് ഹെൽപ്പ് ടു സീ ദ സൈറ്റ്സ് എബവ് ദ അപ്പർ സർഫസ് ഫ്രം ദ പ്ലേസ് ബിലോ ദ സർഫസ്. ഒരു പ്രതലത്തിൻ്റെ അടിയിലിരുന്നിട്ട് അതിന് മുകൾ ഭാഗത്തെ കാഴ്ചകൾ കാണാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് എന്ത്? പെരിസ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു സീ the sights above the ocean from submarines and trenches in the battlefield. അതായത് നമ്മുടെ യുദ്ധമുഖങ്ങളിലൊക്കെ അല്ലെങ്കിൽ മുങ്ങിക്കപ്പലുകളിലൊക്കെ നാവികർക്കൊക്കെ ആഴക്കടലിൽ നിന്ന് തന്നെ പുറം കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. മുങ്ങിക്കപ്പലുകളിലൊക്കെ നാവികർക്ക് ആഴക്കടലിൽ ഇരുന്നിട്ട് പുറം കാഴ്ചകൾ കാണാനും, അതുപോലെ തന്നെ യുദ്ധമുഖങ്ങളിൽ ട്രെഞ്ചുകളിലൊക്കെ ഇരുന്നിട്ട് പട്ടാളക്കാർക്ക് പുറത്തുള്ള ശത്രു സൈന്യത്തിൻ്റെ നീക്കം മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്നു. അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ പ്രയോജനപ്പെടുന്ന ഒരു ഉപകരണമാണ് എന്ത്? പെരിസ്കോപ്പ് എന്ന് പറയുന്നത്. അതായത് ഉള്ളിൽ ഇരുന്നിട്ട് പുറത്തുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണ്. പ്രതലത്തിൻ്റെ അടിയിൽ ഇരുന്നിട്ട് മുൾഭാഗത്തെ കാഴ്ചകളൊക്കെ കാണാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് എന്ത്? പെരിസ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, കാലിഡോസ്കോപ്പ് നമുക്ക് മനസ്സിലായി ഇല്ലേ? 60 ഡിഗ്രി ആംഗിളിൽ 3 സമതല ദർപ്പണങ്ങൾ 60 ഡിഗ്രിയിൽ, 2 എണ്ണം തമ്മിലുള്ള ആംഗിൾ 60 ഡിഗ്രിയിൽ അറേഞ്ച് ചെയ്തിട്ട് ഉള്ള ഒരു ഉപകരണമാണ് എന്ത്? അതുപോലത്തെ 3 ദർപ്പണങ്ങൾ ത്രികോണാകൃതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന ഒരു ഉപകരണമാണ് എന്ത്? കാലിഡോസ്കോപ്പ് എന്ന് പറയുന്നത്. അത് രണ്ടാണ് ഇല്യൂഷൻസ് എന്ന മിററിൻ്റെ 2 ഇല്യൂഷൻസ്, മിററുകളിൽ കാണിക്കുന്ന കുറച്ച് മായക്കാഴ്ചകൾ. ഓക്കെ,
നെക്സ്റ്റ് നമ്മൾ പറയുന്നതാണ് പ്രകാശ മലിനീകരണം അഥവാ ലൈറ്റ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. ദ യൂസ് ഓഫ് ലൈറ്റ് ഈസ് ഇൻ എക്സസ് ഇൻ നോൺ ജുഡീഷ്യസ് മാനർ ഈസ് ലൈറ്റ് പൊല്യൂഷൻ. ലൈറ്റ് പൊല്യൂഷൻ അഥവാ എന്താ പറയുക, പ്രകാശ മലിനീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്, അമിതമായ അളവിലും അല്ലെങ്കിൽ വിവേചനരഹിതമായ രീതിയിലുമുള്ള പ്രകാശത്തിൻ്റെ ഉപയോഗമാണെന്ത് പ്രകാശ മലിനീകരണം. വെറുതെ ആവശ്യമില്ലാണ്ട് ലൈറ്റ് ഇട്ട് വയ്ക്കുക അല്ലെങ്കിൽ ലൈറ്റ് അളവിലൊക്കെ വിവേചനരഹിത രീതിയിലുള്ള പ്രകാശത്തിൻ്റെ ഉപയോഗത്തിനെയാണ് എന്ത് പറയുന്നത് പ്രകാശ മലിനീകരണം എന്ന് പറയുന്നത്. അപ്പോൾ പ്രകാശ മലിനീകരണം കൊണ്ടുണ്ടാവുന്ന ദോഷങ്ങൾ, കോൺസിക്വൻസസ് ഓഫ് ലൈറ്റ് പൊല്യൂഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ലൈഫ് സൈക്കിൾ ഓഫ് ലിവിങ് ബീയിങ്സ് വിൽ ബി affected adversely due to inability of distinguishing between the day and night. അതായത് രാത്രിയിലും പകലും തിരിച്ചറിയാനാകാത്ത പക്ഷികൾക്കും മറ്റു ജീവജാലങ്ങൾക്കും സ്വാഭാവിക ജീവിതക്രമം പാലിക്കാൻ പ്രയാസമാകുന്നു. അതാണ് ഒരു പ്രകാശ മലിനീകരണം കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ. അതിപ്പോൾ ഈ അവളിനൊക്കെ നമ്മൾ ഈ ഒരു ചിത്രം കാണിച്ചു തരാം. ഇപ്പോൾ ഈ ചിത്രത്തിൽ ഒരു അവളിൻ്റെ സങ്കടമാണ് അവിടെ പറയണത് അല്ലേ. ഈ റോഡിലുള്ള വലിയ വെളിച്ചം കാരണം രാത്രിയായിട്ടും അവളിന് കണ്ണു കാണാൻ സാധിക്കുന്നില്ലല്ലോ, എങ്ങനെയാണൊന്ന് പുറത്തിറങ്ങുക എന്നാണ് ഒരു ചോദ്യമാണ് അവിടെ അവൾ ചോദിക്കുന്നത്. അതായത് ഇതൊരു പ്രകാശ മലിനീകരണത്തിൻ്റെ ഒരു ഭാഗമാണ് അല്ലേ. രാത്രിയിലുള്ള ജീവികൾക്കും രാത്രിയിൽ പുറത്തിറങ്ങുന്ന ജീവികളുണ്ടല്ലേ, അവർക്ക് ഇര തേടാനും അവർക്ക് ഡേ ആൻഡ് നൈറ്റ് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ സാധിക്കുന്നില്ല. നമ്മളിങ്ങനെ വലിയ രീതിയിലുള്ള പ്രകാശം രാത്രിയിലും പകലൊക്കെ തിരിച്ചറിയാനാകാത്ത പക്ഷികൾക്കും മറ്റ് ജീവജാലങ്ങൾക്കൊക്കെ സ്വാഭാവിക ജീവിതക്രമം പാലിക്കാൻ പ്രയാസമാകുന്നുണ്ട് ഇതുപോലെ പ്രകാശ മലിനീകരണം വരുന്ന സമയത്ത്. പിന്നെ അടുത്തത് നെക്സ്റ്റ് വരുന്നതാണ് ദ ഡയറക്ഷൻ ഓഫ് മൈഗ്രേറ്റിംഗ് ബേർഡ്സ് ഈസ് മിസ്ലീഡ്. അതായത് ദേശാടന പക്ഷികളുടെയൊക്കെ ദിശ തെറ്റാണ് ചെയ്യുന്നത്. പ്രകാശ മലിനീകരണം വഴി ദേശാടന പക്ഷികളുടെയൊക്കെ ദിശ തെറ്റാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്കൈ വാച്ചിങ് ബിക്കംസ് ഇമ്പോസിബിൾ. വാന നിരീക്ഷണം അസാധ്യമാകുന്നുണ്ട്. പിന്നെന്താ എഫക്റ്റ് എക്സ്റ്റിങ്ഷൻ ഓഫ് ഇൻസെക്ട്സ് ആൻഡ് ബേർഡ്സ് ലിവിങ് ഇൻ ഡാർക്ക് ആൻഡ് ഡിം ലൈറ്റ്. അതായത് ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തൊക്കെ ജീവിക്കുന്ന പ്രാണികൾക്കും പക്ഷികൾക്കൊക്കെ വംശനാശ ഭീഷണി നേരിടുകയാണ് ചെയ്യുന്നത് അല്ലേ. എക്സസ് ലൈറ്റ് ഫ്രം ഹൈ ബീം ഓഫ് ഹെഡ്ലൈറ്റ് ഇൻ വെഹിക്കിൾസ് കോസ് ഹിൻഡറൻസ് ടു വിഷൻ ഓഫ് അതർ ഡ്രൈവേഴ്സ്. പിന്നെന്താ പറയുന്നത്, വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റിൽ നിന്നുള്ള പ്രകാശം എതിരെ വരുന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടല്ലേ. അപ്പോൾ വളരെ ഹെഡ്ലൈറ്റിൻ്റെ ഒക്കെ സാധാരണ വെളിച്ചം അതുമല്ലാണ്ട് കൂടുതൽ രീതിയിലുള്ള പ്രകാശം അടിക്കുമ്പോൾ കൂടുതൽ രീതിയിലുള്ള പ്രകാശങ്ങളൊക്കെ ഇപ്പോൾ ക്രമീകരിച്ചിട്ടൊക്കെ ചെയ്യുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ മുന്നിലുള്ള എതിരെ വരുന്ന ഡ്രൈവർമാർക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് ആ പ്രകാശം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രകാശ മലിനീകരണം കൊണ്ടുണ്ടാകുന്ന ദോഷമാണ്. പിന്നെ ദ എക്സസ് ലൈറ്റ് എഫക്റ്റ് സ്ലീപ്പ് കോസിങ് മെൻ്റൽ സ്ട്രെസ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. അതുപോലെ അമിതമായ വെളിച്ചം ഉറക്കത്തെ ബാധിക്കുന്നത് മൂലം എന്താണ്ടാവുന്നത്, മനുഷ്യർക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇതൊക്കെ എന്താണ് പ്രകാശ മലിനീകരണം കൊണ്ടുള്ള ദോഷങ്ങളാണ് അല്ലെങ്കിൽ കോൺസിക്വൻസസ് ഓഫ് ലൈറ്റ് പൊല്യൂഷൻ ആണ്. അപ്പോൾ കോൺസിക്വൻസസ് ഓഫ് ലൈറ്റ് പൊല്യൂഷൻ നമ്മൾ കണ്ടു. ഓക്കെ, ഇനി നമുക്ക് ലെറ്റസ് അസസ് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിലെ തുടർ പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് എന്താ വെച്ചാൽ എക്സാമിൻ ദ ഫോളോയിങ് ടേബിൾ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ഔട്ട്. ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റ്, ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്റ്റ്, ഒപ്പാക്ക് ഒബ്ജക്റ്റ്. ഇതിൽ ഏതാണ് ഓഡ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഔട്ട്, അത് സർക്കിൾ ചെയ്യുക അല്ലെങ്കിൽ അത് മാറ്റി എഴുതുക എന്നാണ് പറയുന്നത്. ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്റ്റിൽ ഏതാണ് ഫോക്സ് ഫിൽഡ് വിത്ത് സ്മോക്ക്, അത് ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റിൻ്റെ അല്ല അല്ലേ. അപ്പോൾ അത് നമ്മൾ ഓഡ് വൺ ഔട്ട് അത് നമ്മൾ സർക്കിൾ ചെയ്തു. നെക്സ്റ്റ് ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്റ്റിൽ സോയിൽ, ടൈൽസ്, ടർബിഡ് വാട്ടർ. അപ്പോൾ ഏതാണ് സോയിലും ടൈലുമാണ് ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്റ്റിൽ അല്ലേ. നെക്സ്റ്റ് വരുന്നത് ഒപ്പാക്ക് ഒബ്ജക്റ്റ്, സ്റ്റോൺ, മിറർ, ക്ലിയർ വാട്ടർ, ഹാർഡ് ബോർഡ്, ഫോഗ്. ഇതിലേതാണ് ഒപ്പാക്ക് ഒബ്ജക്റ്റ്? സ്റ്റോൺ, മിറർ, ഹാർഡ് ബോർഡൊക്കെ ഒപ്പാക്ക് ഒബ്ജക്റ്റ് ആണ്. ക്ലിയർ വാട്ടറും ഫോഗും എന്താണ്? അതല്ല അല്ലേ. ഒരെണ്ണം ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റും ഒരെണ്ണം ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്റ്റുമാണ് അല്ലേ. സോ അതെന്താണ് ഓഡ് വൺ ഔട്ട് ചെയ്താണ് ക്ലിയർ വാട്ടറും ഫോഗുമാണ്. സോ അങ്ങനെ കണ്ടുപിടിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഒബ്സർവ് ദ പിക്ചേഴ്സ് വിച്ച് ടൈപ്പ് റിഫ്ലക്ഷൻ ഡു യു സീ ഹിയർ. പിക്ചർ 1 കൊടുത്തിട്ടുണ്ട്, പിക്ചർ 2 കൊടുത്തിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ബോത്ത് വ്യൂസ് ബേസ്ഡ് ഓൺ ദ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് വെച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ട് രണ്ട് പിക്ചേഴ്സും അനലൈസ് ചെയ്തിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിക്ചർ 1 എന്താണ്? റെഗുലർ റിഫ്ലക്ഷൻ ആണ് അല്ലേ. പിക്ചർ 1 കാണുന്ന റെഗുലർ റിഫ്ലക്ഷൻ ആണ്. ദ ക്ലിയർ ഇമേജ് ഓഫ് ദി ഒബ്ജക്റ്റ് വിത്ത് സെയിം സൈസ് ഈസ് സീൻ ആസ് ദ വാട്ടർ
സർഫസ് ഈസ് സ്റ്റഡി. അതായത് ഇവിടെ വാട്ടർ സർഫസ് എന്താണ്, സ്റ്റഡി ആയിട്ടുള്ള വാട്ടർ സർഫസ് ആണ്. സോ ക്ലിയർ ആയിട്ടുള്ള ഇമേജ് ആണ്, റെഗുലർ റിഫ്ലക്ഷൻ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സെക്കൻഡിൽ എന്താണ്, റെഗുലർ റിഫ്ലക്ഷൻ അല്ല അല്ലെ, ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ ആണ് കാണുന്നത്. സെക്കൻഡ് പിക്ചറിൽ, പിക്ചർ 2 ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ ആണ്. അതായത് ഇമേജ് ഈസ് നോട്ട് ക്ലിയർ ആസ് ദ വാട്ടർ സർഫേസ് ഈസ് നോട്ട് സ്റ്റഡി. വാട്ടർ സർഫസ് സ്റ്റഡി അല്ലാത്തത് കൊണ്ട് ക്ലിയർ അല്ലാത്ത ഒരു ഇമേജ് ആണെങ്കിൽ ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. സോ ദ റിഫ്ലക്ഷൻ ഈസ് നോട്ട് റെഗുലർ, അവിടെ റിഫ്ലക്ഷൻ റെഗുലർ അല്ല. അപ്പോൾ രണ്ട് ഇമേജസും രണ്ട് പിക്ചേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് മനസ്സിലായില്ലേ? അപ്പോൾ രണ്ടും എഴുതിയിട്ടുണ്ട്, അപ്പോൾ അതും നോട്ട് ചെയ്തേക്കും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഫോളോയിങ് സിറ്റുവേഷൻസ്, ഫൈൻഡ് ഔട്ട് വിച്ച് ടൈപ്പ് ഓഫ് റിഫ്ലക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ ഈച്ച്. ഓരോ സിറ്റുവേഷൻസ് നോക്കിയിട്ട് ഏത് റിഫ്ലക്ഷനാണ് അവിടെ നടക്കുന്നത് എന്ന് നോക്കുക. ഓർണമെന്റ്സ് ഷൈൻ എന്താണ്, റെഗുലർ റിഫ്ലക്ഷൻ ആണ് അല്ലേ. വി ഗെറ്റ് ലൈറ്റ് ഇൻസൈഡ് ദ ഹോം ഡ്യൂറിങ് ദ ഡേ ടൈം എന്താണ്, ഡിഫ്യൂസ് റിഫ്ലക്ഷൻ ആണ് അല്ലേ. ലൈറ്റ് ഇൻസൈഡ് ദ ഹോം ഡ്യൂറിങ് ദ ഡേ ടൈമിൽ കിട്ടുന്ന, അതായത് പകൽ സമയത്ത് വീടിനകത്ത് വെളിച്ചം കാണുന്ന എന്താണ്, അത് ഒരു ഡിഫ്യൂസർ റിഫ്ലക്ഷൻ ആണ്. ഈ പോളിഷ്ഡ് ഫർണിച്ചർ ഷൈൻസ് എന്താണ്, റെഗുലർ റിഫ്ലക്ഷൻ ആണ് അല്ലേ. പോളിഷ് ചെയ്തിട്ടുള്ള മിനുസമായിട്ടുള്ള പദത്തിൽ എന്താണ് അവിടെ തിളങ്ങുന്നതാണ്, ക്രമപ്രതിപതനമാണ്, റെഗുലർ റിഫ്ലക്ഷൻ ആണ്. സി റിഫ്ലക്ഷൻ ഓഫ് ട്രീസ് ഓൺ സ്റ്റാഗ്നന്റ് വാട്ടർ, അതായത് എന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിശ്ചിതമായ ജലോപരിതലത്തിൽ മരത്തിന്റെ പ്രതിബിംബം കാണുന്നത് എന്താണ്, അതൊരു റെഗുലർ റിഫ്ലക്ഷൻ ആണ്. അവിടെ ഒരു സ്റ്റഡി ആയിട്ടുള്ള വാട്ടർ, സ്റ്റാഗ്നന്റ് വാട്ടർ എന്ന് പറഞ്ഞാൽ സ്റ്റഡി വാട്ടർ ആണ്. സോ അവിടെ റെഗുലർ റിഫ്ലക്ഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അത് എല്ലാവരും നോട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉത്തരങ്ങളൊക്കെ കണ്ടെത്തി നിങ്ങൾ നോട്ട് ചെയ്തേക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും പാഠം നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ തീർന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ. Please subscribe our channel, like, share, comment, and also enable the bell button to get the recent notifications.